അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. പൂർണ്ണമായും ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും നമ്മുടെ എല്ലാ കഴിവുകൾക്കും നമ്മുടെ എല്ലാ പരിശ്രമങ്ങൾക്കും അപ്പുറത്താണ്. ദൈവം നമ്മെ വിളിച്ചു, അവിടുത്തെ അമൂല്യമായ ആ വിളി നമുക്ക് ദാനമായി നൽകി, അവിടുത്തെ സ്നേഹത്തിലേക്ക് തിരിയാനുള്ള ക്ഷണം തന്നു, യേശുവിനെ ഏറ്റുപറയാനുള്ള വിശ്വാസം ഹൃദയത്തിൽ തന്നു, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചു, ക്രിസ്തീയമായി ജീവിക്കാനുള്ള പ്രചോദനം തന്നു, നിരന്തരമായി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ അനന്തമായ രക്ഷയുടെ മഹാദാനങ്ങൾക്ക്, അമൂല്യമായ ആ ദാനങ്ങൾക്ക് നമുക്ക് നന്ദി പറയണം. വലിയ അനുഗ്രഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. 1 യോഹന്നാൻ 3:1 കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാവാൻ അവിടുന്ന് കഴിവ് നൽകി. ജീവനും എൻ്റെ സർവസ്വവും കർത്താവേ ഞാൻ സമർപ്പിക്കുകയാണ്. അങ്ങ് തന്ന ദാനത്തിന് നന്ദി പറയുകയാണ്. ഈ സമാപന രാത്രിയിൽ ഞങ്ങൾ കടന്നു പോകേണ്ട ദിശാബോധങ്ങൾ ഞങ്ങളിൽ രൂപപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്നായി വിശ്വസിക്കാനും, നന്നായി വിശ്വാസം പ്രഖ്യാപിക്കാനും, നന്നായി അങ്ങേ ആരാധിക്കാനും, നന്നായി അങ്ങേ പ്രതി ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരം, പഞ്ചേന്ദ്രിയങ്ങൾ, ഞങ്ങളുടെ ആന്തരിക ബാഹ്യ അവയവങ്ങൾ, കർത്താവേ ഞങ്ങളുടെ മനസ്സ്, ബോധ അബോധ ഉപബോധ മനസ്സ്, ഓർമ്മകൾ, ചിന്തകൾ, വികാര വിചാരങ്ങൾ, മനസാക്ഷി, ഇച്ഛാശക്തി, മുറിവുകൾ, അനുഭവങ്ങൾ, ഞങ്ങളുടെ ആത്മാവ് എല്ലാം പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കർത്താവെ ഞങ്ങളെ നയിക്കുന്നവർ, കർത്താവെ ഞങ്ങളെ സഹായിക്കുന്നവർ, ദൈവമേ ഞങ്ങളുടെ ഉപകാരികൾ, ഗുണകാംക്ഷികൾ, അഭ്യുദയകാംക്ഷികൾ, ഞങ്ങൾക്ക് നന്മ തരുന്നവർ, ഞങ്ങളെ ദ്വേഷിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ ദ്രോഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾ, ഭവനം സ്ഥിതി ചെയ്യുന്ന മണ്ണ്, വീട്ടിലേക്കുള്ള വഴികൾ, കർത്താവെ ഭവനത്തിൻ്റെ 4 അതിരുകൾ, വസ്തുവകകൾ, ആദായമാർഗങ്ങൾ, വരുമാനത്തിൻ്റെ വഴികൾ, വളർത്തുമൃഗങ്ങൾ, വാഹനങ്ങൾ, കർത്താവെ ബിസിനസ്, ദൈവമേ വരുമാനമാർഗം, ജോലി, കാർഷിക മേഖലകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം, ജോലി, കർത്താവെ ജോലി മേഖലയിലെ സാഹചര്യങ്ങൾ, കർത്താവെ കുഞ്ഞുങ്ങളുടെ പഠന മേഖല, ഭാവി, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദൈവമേ ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കാം. ജീവനും എൻ്റെ സർവസ്വവും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. സ്വരം ഉയർത്തി എല്ലാവരും ചേർന്ന് പാടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ചേർന്ന് പാടിക്കേ. ജീവനുമെൻ്റെ ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഉച്ചത്തിൽ പാടുന്നു ഹല്ലേലൂയ. 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 എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഹല്ലേലൂയ. ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. കരങ്ങൾ വീശി ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ആവേ മരിയ. ഏറ്റുമെല്ലാം പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഉച്ചത്തിലേറ്റിയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കർത്താവിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ അനുഗ്രഹിക്കുന്നതിനും നമ്മുടെ എല്ലാ നിയോഗങ്ങളിലും ദൈവകരുണ വെളിപ്പെടുന്നതിനും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മനസ്സിനെ അലട്ടുന്ന, ഇപ്പോൾ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നിങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. നമുക്ക് ദൈവം ഈ നാളുകളിൽ തന്നെ അതിന് ഉത്തരം തരികയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് ഈശോ പറഞ്ഞ വചനമനുസരിച്ച് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ അത് സംഭവിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മക്കളെ ഓർത്തോ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതോ ആയ നിങ്ങളെ ഏത് പ്രയാസമാണോ അലട്ടുന്നത് അത് ഈ സമയത്ത് സമർപ്പിക്കുക. കർത്താവിൻ്റെ ആലയത്തിൽ വചനത്തിൻ്റെ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ആശീർവാദം വരാൻ പോകുന്നു. വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. ഈ 5-ാമത്തെ രാത്രിയിൽ നമ്മൾ വചനം കേൾക്കാനെത്തിയ നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ കരുണ വർഷിക്കപ്പെടാൻ ദൈവം പ്രത്യേകമായ അനുഗ്രഹം വർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് കണ്ണുകളടച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളേറ്റവും പ്രയാസപ്പെടുത്തുന്ന മേഖലകൾ എന്തു തന്നെയാണെങ്കിലും അവയുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുക. ഈ നിയോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സഭ മുഴുവനെ സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അടുത്തിരിക്കുന്ന ആൾക്ക് സ്തുതി കൊടുത്തേ. ഇടി കൊടുക്കാനല്ലേ പറഞ്ഞേ, സ്തുതി കൊടുക്കാൻ. ഹല്ലേലൂയ. സന്തോഷമാണോ? സന്തോഷമാണോ? പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ സമാപന രാത്രി വളരെ വേഗം കൺവെൻഷൻ തീർന്ന പോലെ തോന്നുന്നു. 5-ാമത്തെ രാത്രിയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹം തന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഞങ്ങൾ തുടർച്ചയായ യാത്രകളിലായിരുന്നു. ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത യാത്രകളായിരുന്നു. പക്ഷെ ദൈവം ആരോഗ്യം കാത്തു, സ്വരം പോയില്ല. ദൈവത്തിന് നന്ദി, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി. ഇപ്പം നാളെ ഈ കൺവെൻഷൻ കഴിഞ്ഞാൽ നാളെ പത്തനംതിട്ടയിൽ കൺവെൻഷൻ തുടങ്ങുകയാണ്. ഇപ്പം നാളെ വൈകിട്ട് മുതൽ പത്തനംതിട്ട കൺവെൻഷന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ അറിഞ്ഞായിരുന്നോ അത്? അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അത് നിങ്ങളാണ്. ആരാണ് പത്തനംതിട്ട കൺവെൻഷന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്? നിങ്ങളാണ്. നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നല്ലേ? ഇപ്പം ഞാൻ 2 സന്തോഷ വാർത്തയാണ്. മാർ യോഹന്നാനീസ് തിരുമേനി ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാരായി മാറുകയും ചെയ്തു. 2 സന്തോഷമാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്. ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്. എന്താണ്? പത്തനംതിട്ട കൺവെൻഷന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക. മലയോര പ്രദേശങ്ങളാണ് കൂടുതലും അവിടെയുള്ളത്. പാവപ്പെട്ട മക്കളാണ്. രൂപതയ്ക്ക് വേണ്ടിയും പിതാവിന് വേണ്ടിയും അവിടെയുള്ള എല്ലാ മതത്തിൽ നാനാജാതി മതസ്ഥരായ ആ പ്രദേശത്തുള്ള ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതെ, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്താൽ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവരായിട്ട് നിങ്ങൾ മാറും. അത് ഞാൻ 100% ബോധ്യത്തോടെ പറയുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ വളരെ ഗൗരവമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അപ്പോൾ ദൈവം അതിനൊരു പ്രതിഫലം വളരെ വേഗം തരും. ഇപ്പം നിങ്ങൾ പ്രതിഫലേച്ഛയില്ലാതെ, പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരു നേട്ടവും നിങ്ങൾക്കതിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ മധ്യസ്ഥം അനേകരെ ദത്തെടുത്ത് പ്രാർത്ഥിക്കണം. അനേകം വിഷയങ്ങൾ ഹൃദയത്തിൽ ഭാരത്തോടെ സ്വീകരിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതിനൊരു കാരണമുണ്ട്. അതിനൊരു കാരണം ഈശോ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ ഈശോ എന്ത് ചെയ്യുക? ഇന്നെൻ്റെ ഇളയ പെങ്ങളുടെ കുഞ്ഞ്, ഏറ്റവും ഇളയ കുഞ്ഞ്, ചെറിയ കുഞ്ഞാണ്, ഒരു 3-4 വയസ്സ് കാണുമായിരിക്കും. ചെറിയ കുഞ്ഞാണ്. രാവിലെ മുതൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശോയുടെ നമ്പർ തരാൻ പറഞ്ഞിട്ട്. ഈശോയുടെ നമ്പർ. അപ്പം എനിക്ക് ഈശോയുടെ നമ്പർ എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ പ്രസംഗിക്കുന്ന ആളല്ലേ, ഈശോയുടെ നമ്പർ തരാൻ പറഞ്ഞിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈശോ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? പറയൂ. ഈശോ ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ഹെബ്രായ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അവൻ മഹത്വത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. അങ്ങനെയാണ് ഹെബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത് ഭാഗത്ത് അവൻ, അപ്പോൾ അതായത് ഈശോ സ്വർഗാരോഹണം ചെയ്ത് മഹത്വത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്നു. ആലങ്കാരിക ഭാഷയാണ്. ഇരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കസേരയിട്ട് ഇരുന്നു എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പിതാവിൻ്റെ, നമ്മൾ മനുഷ്യൻ്റെ ഭാഷയിലാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അവിടെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് യേശു എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം റോമാലേഖനം 8-ാം അധ്യായത്തിൽ അപ്പസ്തോലൻ പറയുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് യേശു എന്തു ചെയ്യുന്നു? റോമർ 8:34 വായിക്കാം. മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന്
നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. അപ്പോൾ ഈശോ ഇപ്പോൾ എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു? പറയൂ. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പിതാവിൻ്റെ മുമ്പിൽ ഈശോ നിൽപ്പുണ്ട്. പിതാവിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് നമുക്ക് വേണ്ടി. അതായത് ഈശോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഈശോ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ചോദ്യം, ഈശോ പ്രധാനമായും എന്തായിരിക്കും മധ്യസ്ഥം വഹിക്കുന്നത്? ഈശോ എന്തായിരിക്കും മധ്യസ്ഥം വഹിക്കുന്നത്? അതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടാൻ 1 കൊറിന്തോസ് 15-ാം അധ്യായം 24 മുതൽ വായിച്ചാൽ ഒരു ചെറിയ പ്രകാശം കിട്ടും. ഈശോ എന്താണ് കണ്ടന്റ് ഓഫ് പ്രെയർ, കണ്ടന്റ് ഓഫ് ജീസസ് ഇൻറ്റർസെസറി പ്രെയർ, ഈശോയുടെ മധ്യസ്ഥ യാചനയുടെ ഉള്ളടക്കം എന്താണ്? യേശു എന്താണ് പ്രാർത്ഥിക്കുന്നത്? എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? 1 കൊരിന്തോസ് 15:24 വായിക്കാം. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നത് വരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, വചനത്തെ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വചനത്തെ വേറൊരു വചനവുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് അല്ലെ ബന്ധിച്ച് വായിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നത് വരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇത് വായിക്കുമ്പോൾ വ്യക്തതയില്ല. അവിടുന്ന് സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നത് വരെ അവൻ വാഴേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം കിട്ടണമെങ്കിൽ വേറൊരു വചനത്തിൽ ഇതിൻ്റെ അർത്ഥം കിടപ്പുണ്ട്. അത് 110-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. സങ്കീർത്തനങ്ങൾ 110:1. സങ്കീർത്തനങ്ങൾ സാംസ് 110:1. സങ്കീർത്തനങ്ങൾ 110:1 വായിക്കാം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം. അപ്പോൾ സങ്കീർത്തനമാണ്, പ്രവചന രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സങ്കീർത്തനം 110 എത്ര കർത്താവുണ്ട്? സാധാരണ ഒരു ക്രിയയ്ക്ക് എത്ര കർത്താവോ ഉള്ളേ? കർത്താവ് ക്രിയയൊക്കെ അറിയാവോ? നൗൺ വേർബ് ഒക്കെ അറിയാമല്ലോ അല്ലേ? കർത്താവ് ക്രിയ, കർത്താവ് കർമ്മം, ക്രിയ അറിയാവോ? ഓക്കെ, ശരി. സാധാരണ ഒരു ക്രിയയ്ക്ക് എത്ര കർത്താവോ ഉള്ളേ? ഒന്നിലധികമാവാം അല്ലേ? ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഇങ്ങനെ പറയാണ്, ഇവിടുത്തെ പറയണം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു. മനസ്സിലായോ? വെർബിലെ കർത്താവല്ലിത്, അല്ല ഗ്രാമറിലെ കർത്താവല്ലിത്. ലോഡ്, ദ ലോഡ് സെഡ് അൺടു മൈ ലോഡ്. കർത്താവ് എൻ്റെ കർത്താവ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കർത്താവ് ആരാ? സങ്കീർത്തനത്തിലെ അർത്ഥമല്ല ഞാൻ പറയുന്നത്, ബൈബിളിൻ്റെ ആകമാന അർത്ഥം അല്ലെ ബൈബിൾ മൊത്തത്തിലെടുത്താൽ ഈ ആദ്യത്തെ കർത്താവ് ആരാ? പിതാവായ ദൈവം. എൻ്റെ കർത്താവെന്ന് ദാവീദ് വിളിക്കുന്ന ആരെയാ? യേശുവിനെ, പുത്രനെ. പിതാവ് പുത്രനോട് അരുളി ചെയ്തു. അതാണ് സങ്കീർത്തനത്തിൻ്റെ സെക്കൻഡറി മീനിങ്. ഒന്നാമത്തെ അർത്ഥം അതല്ല. ഒന്നാമത്തെ അർത്ഥം ആരോടാ? അല്ലല്ല, സങ്കീർത്തനത്തിൽ ഈ കർത്താവ് ആരാ? ആദ്യത്തെ കർത്താവ് പിതാവായ ദൈവം. രണ്ടാമത്തെ കർത്താവോ? അല്ല, സങ്കീർത്തനത്തിൽ ദാവീദ്. മനസ്സിലായോ? രാജാവിനോട് പറയുകയാണ്. അതാണ് അവിടുത്തെ ആദ്യത്തെ അർത്ഥം. പക്ഷെ ബൈബിളിലെ എല്ലാ കാര്യത്തിനും ഒരർത്ഥമല്ല ഉള്ളത്. ഇത് പ്രവചന രൂപത്തിലും എഴുതപ്പെട്ടതാണ്. ഉദാഹരണത്തിന് അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. സങ്കീർത്തനത്തിൽ അത് എഴുതുമ്പോൾ അതിന് വേറൊരർത്ഥം, എന്നാൽ അത് യേശുവിനോട് ബന്ധപ്പെട്ടുള്ള പ്രവചനമാകുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുന്നു. ഇങ്ങനെ ബൈബിളിലെ മൾട്ടി ലെവൽ മീനിങ് ഉണ്ട്. ബൈബിളിലെ ഓരോ വാക്യങ്ങൾക്കും ഒരർത്ഥമല്ല ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സങ്കീർത്തനത്തിൽ അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ 110-ാം സങ്കീർത്തനത്തിൻ്റെ അന്നത്തെ പശ്ചാത്തലത്തിൽ ആദ്യത്തെ കർത്താവ് ആരാണ്? പിതാവായ ദൈവം. രണ്ടാമത്തെ കർത്താവ് ആരാണ്? ദാവീദ്. ഇനി പുതിയ നിയമവും കൂടി വെളിപ്പെട്ടതിന് ശേഷം അപ്പസ്തോലന്മാർ ഈ വാക്യം എടുത്ത് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ആ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ ആദ്യത്തെ കർത്താവ് ആരാണ്? പിതാവായ ദൈവം. രണ്ടാമത്തെ കർത്താവ് ആരാണ്? പുത്രനായ യേശു. ദാവീദിൻ്റെ പുത്രനായ യേശു. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ പിതാവ് പുത്രനോട് അരുളി ചെയ്തു. എന്തരുളി ചെയ്തു? സങ്കീർത്തനം 110:1. കർത്താവ് പിതാവ് പുത്രനോട് അരുളി ചെയ്തു. എന്തരുളി ചെയ്തു? ഞാൻ
നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക. ഇതാണ് ഈ 1 കൊരിന്തോസ് എത്ര നമ്മൾ വായിച്ച് 15-14 വായിച്ചില്ലേ? 34 എത്ര 24 അല്ലേ? 1 കൊരിന്തോസ് 15-24 അതിനകത്ത് അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നത് വരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാഴേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം 110 സങ്കീർത്തനം വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. വലതുഭാഗത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. ഈ വാഴേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം വലതുഭാഗത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അത് സങ്കീർത്തനം വായിക്കുമ്പോഴേ മനസ്സിലാവും. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ പിതാവായ ദൈവത്തിന് എല്ലാ ശത്രുക്കളെയും തൻ്റെ പാദപീഠമാക്കി രാജ്യം പിതാവിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. അവസാനത്തെ ശത്രുവും നശിപ്പിക്കപ്പെടുന്നത് വരെ, അവസാനത്തെ ശത്രുവിനെയും തൻ്റെ പാദത്തിൻ കീഴിലാക്കുന്നത് വരെ അവിടുന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മാധ്യസം വഹിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, അപ്പോൾ എന്തായിരിക്കും പിതാവിനോട് മാധ്യസം വഹിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനത്തെ ശത്രുവിനെയും പരാജയപ്പെടുത്തണം. അതിന് യേശുവിന് പ്രാർത്ഥിക്കാനുള്ള യേശുവിൻ്റെ യോഗ്യത എന്താണ്? തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് പിതാവിന് ആ പീഡാനുഭവത്തിൻ്റെ യോഗ്യതകൾ. കാരണം എന്താണ്? ശത്രുവിന് നമ്മുടെ മേൽ അധികാരം ഉണ്ടായത് എങ്ങനെയാണ്? പിശാചിന് നമ്മുടെ മേൽ അധികാരം ഉണ്ടായത് എങ്ങനെയാണ്? നമ്മുടെ പാപം മൂലമാണ്. അപ്പം നമ്മുടെ പാപം മൂലം പിശാചിന് നമ്മുടെ മേലുണ്ടായ അധികാരം നിർമ്മാർജ്ജനം ചെയ്യാൻ ആ പാപത്തിന് പരിഹാരമായി താൻ കുരിശിൽ സമർപ്പിച്ച തൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതകൾ പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് യേശു നിരന്തരം നമുക്ക് വേണ്ടി മാധ്യസം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ യേശു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ച് വ്യക്തത കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് ഈ വഴിക്ക് പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം യേശു മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ യേശു മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഡാനിയേലിനെ, അല്ലെങ്കിൽ നിങ്ങളെ, അല്ലെങ്കിൽ പരപ്പള്ളിൽ അച്ഛനെ, അല്ലെങ്കിൽ പുന്നക്കുള അച്ഛനെ, അല്ലെങ്കിൽ കൂറുലസ് പിതാവിനെ, അല്ലെങ്കിൽ തിരുവല്ല രൂപതയെ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും തൻ്റെ അധീനതയിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവിൻ്റെ അവസാനത്തെ അധികാരവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകാനായി തൻ്റെ പീഡാനുഭവം പിതാവിന് കാഴ്ചവെച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾക്കും പരിഹാരം ചെയ്ത് യേശു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് യേശു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓടിച്ച് പറയുന്നത്. ഇത് സമയമെടുത്ത് പറയേണ്ടതാണ്. ഇനി നിങ്ങൾ യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് എവിടെയോ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ അടുത്ത നാളുകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എബ്രായ ലേഖനത്തിലാണ് യേശുവിൻ്റെ പ്രധാന പുരോഹിത ദൗത്യത്തെക്കുറിച്ചുള്ള വ്യക്തതയുള്ളത്. യേശുവിനെ എബ്രായ ലേഖനം അവതരിപ്പിക്കുന്നത് ആരായിട്ടാണ്? വെറും പുരോഹിതനല്ല, പ്രധാന പുരോഹിതൻ. എങ്ങനെയുള്ള പ്രധാന പുരോഹിതൻ? മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുന്ന പ്രധാന പുരോഹിതനായ യേശു. ഇത്ര മനസ്സിലായോ? അപ്പോൾ യേശു ഹെബ്രായ ലേഖനമനുസരിച്ച് യേശു ആരാണ്? പ്രധാന പുരോഹിതൻ. എന്നൊക്കെ പറഞ്ഞേ ശരി. ഹെബ്രായ ലേഖനം പറയുന്നത് പ്രധാന പുരോഹിതന് 2 ദൗത്യങ്ങളുണ്ട്. പ്രധാന പുരോഹിതന് 2 ഡ്യൂട്ടിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുക. പ്രധാന പുരോഹിതൻ്റെ ഒന്നാമത്തെ ജോലി പറയൂ. ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുക. പ്രധാന പുരോഹിതൻ, ഹെബ്രായ ലേഖനം പറയുന്ന തിയോളജിയാണിത്. ഹെബ്രായ ലേഖനത്തിൽ പറയുകയാണ് പ്രധാന പുരോഹിതൻ്റെ ഒന്നാമത്തെ ജോലി പറയൂ, ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുക. ഇനി പ്രധാന പുരോഹിതൻ്റെ ഹെബ്രായ ലേഖനം പറയുന്ന 2ാമത്തെ ഡ്യൂട്ടി, ജനത്തിന് വേണ്ടി നിരന്തരമായി മാധ്യസ്ഥം വഹിക്കുക. ഇതാണ് പുരോഹിതന്മാരുടെ 2 ഡ്യൂട്ടി ആയി പറയുന്നത്. അച്ഛന്മാരെല്ലാം കേട്ടോണം. അച്ഛന്മാരുടെ ജോലി എന്താണ്? ഈ 2 ജോലിയാണ്. ഒന്ന്, ജനത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി
ബലികളും കാഴ്ചകളും സമർപ്പിക്കുക. 2, ആ ജനത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. വേറെ ദൗത്യങ്ങളുണ്ട്, പക്ഷെ ഇതാണ് ഹെബ്രായ ലേഖനം. യേശു എന്ന പ്രധാന പുരോഹിതൻ ഇനി പഠിപ്പിക്കുക, നയിക്കുക, അതെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് ഹെബ്രായ ലേഖനം അതിന് മുമ്പ് പറയുകയാണ്, ഒരു പുരോഹിതൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ 1, ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി നിരന്തരമായി ബലികളും കാഴ്ചകളും സമർപ്പിക്കുക. 2, ആ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക. ഈ 2 കാര്യങ്ങളാണ് യേശു പ്രധാനമായും ലോകത്തിന് വേണ്ടി ചെയ്തത്. അവിടുന്ന് കാൽവരി കുരിശിൽ ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി തന്നെ ബലിയർപ്പിച്ചു. ഇനി തന്നെ ബലിയർപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ആ ബലിയുടെ യോഗ്യതകൾ പിതാവിൻ്റെ മുമ്പിൽ എടുത്ത് സമർപ്പിച്ച് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ പുരോഹിത ശുശ്രൂഷ. അപ്പോൾ എൻ്റെ ചോദ്യം, എബ്രായ ലേഖനത്തിൽ പറയുന്നു, അവിടുന്ന് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ പുരോഹിത ശുശ്രൂഷ ഒരിക്കലും അവസാനിക്കുന്നില്ല. യഹൂദ പുരോഹിതന്മാർ ഒരു പ്രായം കഴിയുമ്പോൾ പുരോഹിത ശുശ്രൂഷയിൽ നിന്ന് പിന്മാറുകയും അടുത്ത ആൾ പുരോഹിതനായി വരികയും ചെയ്യുമായിരുന്നു. എന്നാൽ ഹെബ്രായ ലേഖനം പറയുന്നു, യേശുവിൻ്റെ പൗരോഹിത്യം ആ വിധത്തിൽ കൈമാറ്റപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ അവൻ പുരോഹിതനായി മാറുന്നില്ല, പുരോഹിതനായി അതിൽ നിന്ന് അവസാനിപ്പിക്കുന്നില്ല, എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഭൂമിയിലെ പുരോഹിതന്മാർ യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളികളാവുകയാണ്. അല്ലാതെ യേശു തൻ്റെ പൗരോഹിത്യം എടുത്ത് അവർക്ക് കൊടുത്തിട്ട് യേശു പുരോഹിതനല്ലാതായി മാറുന്നില്ല. അതാണ് പറയുന്നത്, അവൻ്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ പൗരോഹിത്യം അവൻ കൊടുത്തിട്ട് അവൻ പുരോഹിതനല്ലാതായി മാറുന്നില്ല. ആ അർത്ഥത്തിലാണ്. അവിടെ വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും, ആ ഭാഗം മുഴുവൻ വായിക്കുമ്പോഴേ മനസ്സിലാവും അത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇപ്പം ഞാൻ പുരോഹിതനാണ്. ഞാൻ എങ്ങനെയാണ് പുരോഹിതനായത്? ഞാൻ യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു. പുരോഹിതൻ യേശുവാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് അൾത്താരയിൽ ബലിയർപ്പിക്കുന്നത്. നിങ്ങൾ കാണുന്ന അച്ഛനാണെങ്കിൽ അച്ഛനല്ല, പിന്നെ ആരാ? യേശുവാണ്. കാരണം എന്താണ്? പൗരോഹിത്യം യേശുവിനെ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ആ പൗരോഹിത്യത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? ആ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഒരു പുരോഹിതൻ പങ്കുചേരുന്നു. യേശു ഒരു പങ്ക് കൊടുക്കുന്നു. എന്നിട്ട് യേശുവിൻ്റെ പ്രതിനിധിയായി നിന്ന് ഈ ഭൂമിയിൽ യേശു സ്വർഗത്തിൽ ചെയ്യുന്നത് ആ പുരോഹിതൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ പുരോഹിതൻ ആരാണ്? യേശുവാണ്. ആ യേശു എന്ന പുരോഹിതൻ, ആ പൗരോഹിത്യം അവസാനിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം യേശു ഇപ്പോഴും പുരോഹിതനാണെങ്കിൽ യേശു ഇപ്പോഴും ഈ 2 കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ്? 1, ബലിയർപ്പിക്കുക, 2, മധ്യസ്ഥം വഹിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ബലിയർപ്പിക്കുന്നത്, യേശു ബലിയർപ്പിച്ചത് പഴയ നിയമ പുരോഹിതന്മാർ ബലിയർപ്പിച്ചതുപോലെ കാളക്കിടാവിനെയോ ആട്ടിൻകുട്ടിയെയോ പ്രാവുകളെയോ അല്ല, മറിച്ച് തന്നെയാണ്. തൻ്റെ ശരീരമാണ് അവൻ ബലിയായി സമർപ്പിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണേ. തൻ്റെ ശരീരം തന്നെ അവൻ ബലിയർപ്പിച്ചു. അത് ഒരിക്കൽ മാത്രം നടന്ന ഏക ബലി എന്നാണ് ഹെബ്രായ ലേഖനം പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. ഇനിയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇനിയാണ് പ്രശ്നം. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കും, യേശു എന്നേക്കുമുള്ള ഏക ബലി കുരിശിൽ അർപ്പിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാ ഈ ബലി അർപ്പിക്കുന്നത്? ഒത്തിരിയും പേര് നിങ്ങളോട്, ഇനി ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ ഗൗരവമായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ 1, നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം വരും. 2, ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, യേശു എന്നേക്കുമായി, ഹെബ്രായ ലേഖനം പറയുന്നു, യേശു എന്നേക്കുമായി ഒരു ബലി അർപ്പിച്ചു, ഒരിക്കൽ മാത്രം. മനസ്സിലായോ? ഇനി പാപപരിഹാരത്തിന് വേണ്ടി ഒരു ബലി ഇല്ല, അവശേഷിക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒരു ബലിയില്ല. അങ്ങനാണെങ്കിൽ ആ ബലി രക്തം ചിന്തി യേശു കുരിശിൽ എന്നേക്കുമായി അർപ്പിച്ചു. പക്ഷെ യേശു തന്നെ ഒരു ഫൗള് കാണിച്ചു. ക്ഷമിക്കണം എൻ്റെ ലാംഗ്വേജ്. യേശു തന്നെ ഒരു ഫൗള് കാണിച്ചു. ആ ഫൗൾ ഇതാണ്: ഈ ബലി അർപ്പിച്ച് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. നിങ്ങൾ ഇതുപോലെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, മുറിക്കപ്പെടുന്ന ശരീരം, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യണം. അതൊരു വശത്ത്. മറുവശത്ത് ഇപ്പോൾ കർത്താവ് ഈശോ മിശിഹായി ഈ ബലി അർപ്പിച്ചിട്ട് ബലി പൂർത്തിയായി, അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു, പാപപരിഹാര ബലി അർപ്പിക്കപ്പെട്ടു, യേശു ഉത്ഥാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തു. പക്ഷേ ഹെബ്രായ ലേഖനം അനുസരിച്ച്
അവൻ്റെ പൗരോഹിത്യത്തിന് അവസാനമില്ല. അത് അവൻ എന്നേക്കും പുരോഹിതനാണ്. എന്നേക്കും പുരോഹിതനാണെങ്കിൽ അവൻ ഇപ്പോഴും ബലിയർപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പുരോഹിതൻ്റെ ശുശ്രൂഷയാണ്. അതാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു തലം. ഇനി നമ്മൾ മറ്റൊരു വചനം വായിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ഈ ബലി സ്വർഗത്തിൽ തുടരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അത് വായിക്കാൻ നിങ്ങൾ വെളിപാട് പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. വെളിപാട് പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായം. വെളിപാട് പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കാം. സിംഹാസനസ്ഥൻ്റെ വലത്ത് കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും ശബ്ദമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കാണാത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും ശബ്ദമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. ഉച്ചത്തിൽ വായിക്കുക 6-ാമത്തെ വാക്യം. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ 4 ജീവികളുടെ മധ്യേ 24 ശ്രേഷ്ഠന്മാരുടെ മധ്യേ സിംഹാസനസ്ഥന്റെ മുമ്പിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സഭാപിതാക്കന്മാരെല്ലാം, അതായത് യോഹന്നാൻ്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ്റെ ഐറേനിയസ് പിന്നെ തുടങ്ങി ഇങ്ങോട്ട് വരുന്ന അപ്പസ്തോലിക പിതാക്കന്മാരിൽ അനേകം ആളുകൾ ഈ കൊല്ലപ്പെട്ടതായി സ്വർഗത്തിൽ നിൽക്കുന്ന കുഞ്ഞാടിനെ അവർ അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവർ പറയുന്നത്, ഇത് സ്വർഗത്തിൽ യേശു തുടർന്നുകൊണ്ടിരിക്കുന്ന ബലിയായിട്ടാണ്. കൊല്ലപ്പെട്ടതായി നിൽക്കുന്ന കുഞ്ഞാട്, കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് സ്വർഗത്തിൽ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് സ്വർഗീയ ബലിയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൻ്റെ 4ഉം 5ഉം അധ്യായങ്ങൾ സ്വർഗത്തിൽ നടക്കുന്ന ബലിയർപ്പണത്തെക്കുറിച്ചുള്ള അധ്യായമായിട്ടാണ് കത്തോലിക്ക തിരുസഭ, അപ്പസ്തോലിക സഭകൾ ഈ വെളിപാട് 4ഉം 5ഉം വ്യാഖ്യാനിക്കുന്നത്. സ്വർഗത്തിലെ കുർബാന, ഹെവൻലി മാസ്, സ്വർഗത്തിൽ നടക്കുന്ന കുർബാന, അതാണ് വെളിപാട് 4ഉം 5ഉം. ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ പോയി വായിച്ചോളുക. മനസ്സിലായോ? നിങ്ങൾ ഈ അൾത്താരയിൽ കാണുന്ന എല്ലാം അവിടെ ഉണ്ട്. മണിയും പിന്നെ ധൂപക്കുറ്റിയും അതും ഇതും എല്ലാം അതിനകത്ത് സ്വർഗത്തിൽ ബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ ബലി എന്ത് ബലിയാണത്? അത് കുരിശിൽ രക്തം ചിന്തി തന്നെ അർപ്പിച്ചതുപോലെയുള്ള രക്തം ചൊരിഞ്ഞുള്ള ഒരു ബലിയല്ല. അത് കുരിശിൽ നടന്നു. അപ്പൊ പിന്നെ ഇപ്പൊ എന്താണ് ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ബലിയുടെ യോഗ്യതകളായ തൻ്റെ തിരുമുറിവുകൾ, താൻ മാനവകുലത്തിന് വേണ്ടി സഹിച്ച തൻ്റെ പാടുപീഡകൾ, തൻ്റെ പീഡാനുഭവങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ എടുത്ത് സമർപ്പിച്ച് നമ്മളെ കവർ ചെയ്ത് അവൻ നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ ഇപ്പോൾ പോൾസൺ ചേട്ടൻ എൻ്റെ പാട്ടുകാരനാണ്, വർഷങ്ങളായി എന്നോട് കൂടെയുള്ള ഒരാളാണ്. ഇപ്പം എനിക്കൊരടി കിട്ടാൻ വന്നാൽ ചിലപ്പം പുള്ളി ഓടുകയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്കൊരടി കിട്ടാൻ വന്നാൽ ഞാൻ ഓടത്തില്ലെന്ന് എനിക്കറിയാം. മനസ്സിലായോ? അത് 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 അടി കിട്ടുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. വരുമ്പം പിന്നീട് ഞാൻ പറയാം എന്താന്ന്. അത് എനിക്ക് അടി കിട്ടുമ്പോൾ അങ്ങേരെ ഓടുവോ അതെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊരു കാര്യം അറിയാം, എന്നെ അടിച്ചിട്ട് അങ്ങേരെ ആരെങ്കിലും അടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അയാളെ ആക്രമിക്കാൻ അടിക്കുന്നൊന്നുമല്ല, ഞാൻ കവർ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് വരുന്ന ഒരാളെ ഞാൻ നിൽക്കുമ്പോൾ എന്നെ അടിച്ചിട്ട് അടിച്ചോട്ട്, അല്ല എന്നെ അടിച്ച് താഴെ ഇട്ടിട്ട് അടിച്ചോട്ട്, അല്ല അടിക്കാൻ പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് അപ്പോൾ എന്ത് ചെയ്യുന്നു? എൻ്റെ പുറകിൽ നിൽക്കുന്ന എൻ്റെ പാട്ടുകാരനെ
ഒരാൾ തല്ലാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കവർ ചെയ്യും. എന്തിനടിക്കുന്നേ? ഇങ്ങോട്ട് മാറിയുന്നേ, എന്നാ പ്രശ്നം പറ, എന്താ കാര്യം? ഞാൻ കവർ ചെയ്യും. മനസ്സിലായോ? ഈ ആളെൻ്റെ പുറകിലാണ് എന്ന് ഞാൻ മാനുഷികമായി പറയുന്നത് പോലെ മാനവകുലം മുഴുവൻ്റെയും മേൽ, ആ മാനവകുലത്തെ മുഴുവൻ സാത്താൻ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തി പിതാവിൻ്റെ മുമ്പിൽ, വെളിപാട് 12:11 രാപകൽ ദൈവസമക്ഷം നമ്മെക്കുറിച്ച് പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? സാത്താൻ. വായിക്കത്, വെളിപാട് 12:11. സാത്താൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവരാകട്ടെ, വെളിപാട് 12:10 വായിക്കുക. സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ടു. എന്താണ്? ആഗതമായിരിക്കുന്നു. അടുത്ത വാക്യം എന്തെന്നാൽ നമ്മുടെ സഹോദരന്മാരെ ദൂഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ ഒരാള് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ആര്? സാത്താൻ. എന്താ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്: രാപകൽ, ഡേ ആൻഡ് നൈറ്റ്. നമ്മൾ ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങുന്നില്ല, നമ്മുടെ കട അടച്ചപ്പോഴും അവൻ അടച്ചിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? അതായത് ഒരു രഹസ്യം പറഞ്ഞുതരാം. ഒരു സുവിശേഷകന് ഏറ്റവും പീഡകൾ ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാമോ? ഈ സുവിശേഷം വരെ ചെയ്യുമ്പോഴല്ല, ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി കഴിയുമ്പോൾ. പീഡകളെന്ന് ഞാൻ പറഞ്ഞാൽ വലിയ ചട്ടിക്കകത്തിട്ട് വറക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, മാനസിക വേദനകൾ, അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, എന്താണെന്നറിയാൻ പാടില്ല, മടുപ്പ്, വല്ലായ്മകളെല്ലാം വരും. ഇതെല്ലാം ഈ കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, നമ്മുടെ പണി കഴിഞ്ഞു, പക്ഷെ അവൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു ഹല്ലേലൂയ. നമ്മുടെ കട അടച്ച് നമ്മൾ ഉറങ്ങാൻ പാടും, പക്ഷെ അവൻ അടച്ചിട്ടില്ല, അവന് കട അടച്ചിട്ടില്ല. അപ്പൊ രാപകൽ, ഡേ ആൻഡ് നൈറ്റ്, രാപകൽ ദൈവസമക്ഷം സഹോദരന്മാരെ, വിശ്വാസികളെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൂഷിക്കുകയാണ്, അബ്യൂസിങ്, അക്യൂസിങ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സക്കറിയ 3 വായിക്കണ്ട, കേട്ടാൽ മതി. സക്കറിയ 3 പിന്നെ വായിച്ചാൽ മതി. പ്രധാന പുരോഹിതനായ ജോഷുവ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ദൈവമായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ, ഇത് തന്നെ ഇവൻ്റെ പണി. എന്താ ജോലി? കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരുടെ അടുത്തായി പറയുന്നത്? ദൈവത്തിൻ്റെ അടുത്താ, കേട്ടോ, ദൈവത്തിൻ്റെ അടുത്താ. അപ്പം നിങ്ങൾ പറയും, ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ പോയി കുറ്റം പറഞ്ഞാൽ നടക്കുമോ? എന്താ പ്രശ്നം എന്നറിയാമോ? എവിടെ നമ്മളൊരു എഴുതപ്പെട്ട വചനം തെറ്റിച്ചിട്ടുണ്ടോ അവിടെ സാത്താന് നമ്മുടെ മേൽ ഒരു നിയമപരമായ അവകാശമുണ്ട്. എവിടെ നമ്മൾ എഴുതപ്പെട്ട ഒരു വചനം തെറ്റിച്ചിട്ടുണ്ടോ, സേറ്റൻ ഹാസ് എ ലീഗൽ റൈറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വചനം അറിയാവുന്ന ആർക്കാ? പിശാചിനാ. എല്ലാ വചനവും അറിയാം, നമുക്കറിയാത്ത വചനവും അവനറിയാം. ഞാൻ ബ്രദർ ടീം അംഗങ്ങളെ ഒരുമിച്ചിരുന്ന്, കേരളത്തിന് വെളിയൊരു സ്ഥലത്താണെന്നാണ് എൻ്റെ ഓർമ്മ, ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിള് വായിക്കുമ്പോൾ ഞാനൊരു വചനം കണ്ടു: നിന്നെക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. ഞാൻ അപ്പം തന്നെ ബ്രദർ എന്നോട് ക്ഷമിക്കണേ, ഞാൻ ബ്രദറിനെ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരമാണ് ഇങ്ങനൊരു വചനം ഉണ്ടെന്ന് മനസ്സിലായത്. ഇപ്പം ഈ വചനം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമ്മളൊക്കെ പ്രായമുള്ള എത്രയോ പേരെ നമ്മൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ശകാരിക്കരുത്, എന്തെങ്കിലും തെറ്റ് കണ്ടാൽ സ്നേഹത്തോടെ തിരുത്തി കൊടുക്കുകയും ചെയ്യാം എന്നാണ് 1 തിമോത്തി 5 കിടപ്പുണ്ട്. ഇപ്പോൾ വായിക്കണ്ട, വായിച്ച് മനസമാധാനം കളയണ്ട, ഇപ്പോൾ ഉള്ള സമാധാനം കളയണ്ട, ഇരിക്കട്ടെ. 1 തിമോത്തി 5:1 കിടപ്പുണ്ട്: നിന്നെക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. നിങ്ങളത് ആലോചിച്ച്, എഴുതപ്പെട്ടൊരു വചനമാണ്. ഇത് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഒത്തിരി തവണ അത് തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ തെറ്റിച്ചിട്ടുണ്ട്. കുമ്പസാരിക്കുമ്പോൾ ഓർക്കത്തില്ല. അത് കാരണം എന്താ? വചനം അറിയാത്തതുകൊണ്ട് അത് പാപമാണെന്ന് ഓർക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇത് ആർക്കറിയാം? സാത്താൻ അറിയാം. അവനിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ നോട്ട് പാടും കൊണ്ടാണ് നടക്കുന്നത് എപ്പോഴും. അവനിത് നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രായമുള്ളവനെ വഴക്ക് പറഞ്ഞു എഴുതി വെച്ചു. എന്നിട്ട് ഇതുമായിട്ട് അവൻ എന്ത് ചെയ്യും? പിതാവിൻ്റെ അടുത്ത് എന്നിട്ട് ഡാനിയേൽ 1 തിമോത്തി 5:1 തെറ്റിച്ചിട്ടുണ്ട്. മനസ്സിലായോ? മറ്റേത് തെറ്റിച്ചിട്ടുണ്ട്, അത് തെറ്റിച്ചിട്ടുണ്ട്, ഇത് തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ കുമ്പസാരിക്കാൻ പോയപ്പോൾ എൻ്റെ കുമ്പസാരത്തിന് ആത്മശോധന നടത്തി ഞാൻ എഴുതിയ പേപ്പറിനേക്കാളും
ഒരു 10-20 മടങ്ങ് പേപ്പർ കൂടുതലാണ് പിശാചിൻ്റെ ഇരിക്കുന്ന പേപ്പർ. മനസ്സിലായി? ഞാൻ കുമ്പസാരിച്ചത് എനിക്ക് പലതും മനസ്സിലായിട്ടില്ലായിരുന്നു. അവൻ കുമ്പസാരിക്കുമ്പോൾ അവൻ കുമ്പസാരിക്കില്ല. അവൻ ഡാനിയേലിനെ കുറ്റം പറയാൻ പിതാവിൻ്റെ അടുത്ത്, പിതാവായ ദൈവത്തിനടുത്ത് സാത്താൻ ചെല്ലുമ്പോൾ അവൻ്റെ കയ്യിൽ കണക്കിന് നോട്ട്ബുക്കുകളാണ് ഇരിക്കുന്നത്. ഇതാണ് സാത്താൻ്റെ ജോലി. മനസ്സിലാകുന്നുണ്ടോ ചേച്ചിക്ക്? അപ്പോൾ ഈ കുറ്റം പറഞ്ഞ് നടക്കുന്നവരെല്ലാം ഇവൻ്റെ ടീമിൽ പെട്ടവരാണ്. ആരുടെ ടീമിൽ? ഈ ടീമിൻ്റെ ടീമിൽ പെട്ടവരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ചുമ്മാ നാഴികയ്ക്ക് 40 നട്ടം ഇങ്ങനെ മനുഷ്യൻ്റെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരെല്ലാം ഇവൻ്റെ ടീമിൽ, ഇവനാണ് അതിൻ്റെ ടീം ലീഡർ. അവനാണ് എൻ്റെ ലീഡർ. ആര്? പകൽ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ഏതെങ്കിലും പരാധീനത അനുഭവിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ആരെങ്കിലും മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ ആ ടീമിൻ്റെ ലീഡർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് ഒരു പോരായ്മ അവിടെ കാണുന്നു, അവിടെ ഒരു കുറവ് കാണുന്നു, നമുക്ക് മാനുഷികമായിട്ട് വിഷമം വരുന്നു. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരോടത് പറയുന്നു. അല്ലെങ്കിൽ നമ്മുടെ വിഷമം ചിലപ്പോൾ നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു പോകുന്നു. കുറ്റം പറച്ചിലാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അത് കാണുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അത്, എൻ്റെ പൊന്നുപിതാവേ, അവന് വേണ്ടി കൂടിയാണ് നീ മരിച്ചത്, അവൾക്ക് വേണ്ടി കൂടിയാണ് നീ മരിച്ചത്, ഈശോയെ അതുകൊണ്ട് കരുണ കാണിക്കണേ, അതിനെ ആവർത്തിക്കാതിരിക്കാൻ കൃപ കൊടുക്കണേ എന്ന് പറഞ്ഞ് മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ, അങ്ങനെയൊന്നും ആരും പ്രാർത്ഥിക്കത്തില്ല, എന്നാൽ അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവർ യേശുവിൻ്റെ ടീമിൽപ്പെട്ടവരാവും. മധ്യസ്ഥ പ്രാർത്ഥനക്കാർ യേശുവിൻ്റെ ടീം അംഗങ്ങളാണ്. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞു വന്നത് ശ്രദ്ധിക്കുക. പറഞ്ഞു വന്നത്, നമ്മളിൽ കുറ്റം കണ്ടുപിടിച്ചിട്ട് കണക്കിന് നോട്ട്ബുക്കുകളിൽ അത് എഴുതി വെച്ചിട്ട് സാത്താൻ ഇങ്ങനെ നമ്മുടെ വലതുഭാഗത്ത് നിന്ന് ഓരോന്നോരോന്ന് പറഞ്ഞ് നമ്മുടെ കുറ്റം പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നമ്മളെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. അതാണ് സ്വർഗത്തിൽ അവൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? അതാണ് റോമർ 8 പറയുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? കേട്ടാ മതി. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആരെയാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ആരെയാ പൗലോസ് ഉദ്ദേശിക്കുന്നത്? സാത്താനെ. ഈ പുറകിൽ നിന്നിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാത്താനെ മനസ്സിൽ കണ്ടിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എടാ, ദൈവം തെരഞ്ഞെടുത്തവനെ ആര് കുറ്റം ആരോപിക്കും? സാത്താൻ കുറ്റം ആരോപിക്കുമ്പോൾ ആ കുറ്റം നിലനിൽക്കത്തില്ലെന്ന് പറയുകയാണ്. എന്താ കാര്യം? നീതീകരിക്കുന്നവൻ ദൈവമാണ് എന്ന് പറഞ്ഞാൽ നീതീകരിക്കുന്നവൻ യേശുവാണ്. ഈ സാത്താന്റെ മുമ്പിൽ നമ്മളെ കവർ ചെയ്തുകൊണ്ട് യേശു നിൽക്കുന്നു, കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട്. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കണം. നമുക്കെതിരെ സകല അപവാദങ്ങളുമായി, ആക്ഷേപങ്ങളുമായി, കുറ്റപ്പെടുത്തലുകളുമായി സാത്താൻ നിൽക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരു കുഞ്ഞാട്, മുറിവേറ്റൊരു കുഞ്ഞാട് നമ്മളെ കവർ ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് സ്വർഗത്തിൽ യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. ഇതിന്റെ പേരാണ് സ്വർഗത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന. ഇതാണ് സ്വർഗത്തിലെ ബലിയർപ്പണം. പറഞ്ഞ ഹല്ലേലൂയ. നീതീകരിക്കുന്നവൻ ദൈവമാണ്. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ, പിതാവേ, നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുകയല്ല. ഞാൻ എന്താ പറഞ്ഞേ? നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുകയല്ല. ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് കുഴപ്പമില്ല, അവർ ചെയ്തിട്ടില്ല, നീ കണ്ടോ അവർ ചെയ്യുന്നത്, അങ്ങനല്ല. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ, പിതാവേ, ഡാനിയേൽ അത് ചെയ്തിട്ടുണ്ട്. ഈ പിശാച് പറയുന്ന സത്യമാണ്, ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ്റെ പാപത്തിന് ഞാൻ കുരിശിൽ പരിഹാരം ചെയ്ത് എൻ്റെ നീതി അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആരോപണം ഇവിടെ നിലനിൽക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിന്റെ പേരാണ് നീതീകരണം, ന്യായീകരണമല്ല. യേശു നമ്മുടെ പാപങ്ങളെ ന്യായീകരിക്കുകയില്ല. എന്നിട്ട് തിരിഞ്ഞ് നമ്മളോട് യേശു പറയാൻ പോണേ, എടാ, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലാൽ പാപം ചെയ്യരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ന്യായീകരണം അല്ല, മറിച്ച് നീതീകരണം. നീതീകരണം എന്ന് പറഞ്ഞാൽ ഇതിന് പരിഹാരം ഞാൻ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു? യേശു അവൻ്റെ നീതി, ഡിവൈൻ എക്സ്ചേഞ്ച് എന്നൊരു വാക്കുണ്ട് കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ. ഡിവൈൻ എക്സ്ചേഞ്ച്, ദൈവിക കൈമാറ്റം. എൻ്റെ പാപം യേശു എടുത്തു, അവൻ്റെ നീതി എനിക്ക് തന്നു. എൻ്റെ രോഗം അവൻ എടുത്തു, അവൻ്റെ സൗഖ്യം എനിക്ക് തന്നു.
എൻ്റെ ദാരിദ്ര്യം അവൻ എടുത്തു, അവൻ്റെ സമ്പന്നത എനിക്ക് തന്നു. എൻ്റെ പരാജയം അവൻ എടുത്തു, അവൻ്റെ അനുഗ്രഹം എനിക്ക് തന്നു. എൻ്റെ ശാപം അവൻ എടുത്തു, അവൻ്റെ അനുഗ്രഹം ഇതിൻ്റെ പേരാണ് ഡിവൈൻ എക്സ്ചേഞ്ച്, ദൈവികമായ കൈമാറ്റം. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്? പാപം ചെയ്തിട്ടില്ലാത്തത് കൊണ്ടല്ല, പാപം ചെയ്ത നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ്റെ നീതി ഒരുവൻ നമുക്ക് തന്നു. നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് ഡിവൈൻ എക്സ്ചേഞ്ച്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കണം. സ്വർഗത്തിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതാണ് സ്വർഗത്തിലെ കുർബാന. സ്വർഗത്തിലെ പുരോഹിതൻ, നിത്യപുരോഹിതനായ യേശു തൻ്റെ മുറിവുകൾ പിതാവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് നമ്മളെ കവർ ചെയ്ത് പിടിക്കുകയാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുകയാണ്. പിതാവേ സാത്താൻ അവരെ കൈവെക്കാൻ അനുവദിക്കരുത്. പിതാവേ, അവർ നശിച്ചു പോകാൻ ഇടയാവരുത്. പിതാവേ, അവർ നരകാഗ്നിക്കിരയാവരുത്. പിതാവേ, അവരുടെ കുടുംബം ക്ഷയിച്ചില്ലാതാവരുത്. എന്താ കാര്യം? ഞാനിത് കാഴ്ചവെച്ചിട്ടുണ്ട്, ഞാനിത് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്വർഗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുർബാന. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ നമ്മുടെ കുർബാന എന്താണ്? നമ്മൾ പള്ളി വന്നർപ്പിക്കുന്ന കുർബാന സ്വർഗത്തിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിത്യപുരോഹിതന്റെ ബലിയിലുള്ള നമ്മുടെ പങ്കാളിത്തമാണ് നമ്മൾ ഭൂമിയിൽ അർപ്പിക്കുന്ന കുർബാന. ശരിക്കുള്ള കുർബാന അവിടാണ് നടക്കുന്നത്. നമ്മൾ അതിൽ വന്ന് ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയാ. ശരിക്കും മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് എല്ലാ ആരാധനക്രമത്തിലും ഇങ്ങനൊരു ഭാഗം നിങ്ങൾ കാണും. മലങ്കരക്കാരിങ്ങനെ പ്രാർത്ഥിക്കും, അച്ഛൻ പ്രാർത്ഥിക്കും, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ വലത് ഭാഗത്ത് വിശികാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ലത്തീൻകാർ പ്രാർത്ഥിക്കും, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. മറുപടി, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം, അത് ഉചിതവും ന്യായവും അത്രേ. സിറ മലബാറുകാർ പ്രാർത്ഥിക്കും, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവ്വപിതാവാം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിപ്പൂ. ന്യായവുമാണത്, യുക്തവുമാം ന്യായവും. മനസ്സിലായോ? അത് ഉചിതവും ന്യായവുമാണ്. എല്ലാ ലിറ്റർജിയിലും ഉണ്ട് ഇത്. മലങ്കരക്കാർ പ്രാർത്ഥിക്കും, ലത്തീൻകാർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. അവർ പറഞ്ഞു, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. അപ്പോൾ എല്ലാവരും ഹൃദയങ്ങൾ ഉയർത്തുന്നു. മലങ്കരക്കാർ പ്രാർത്ഥിക്കുന്നു, നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വലതുഭാഗത്ത് മിശികാതം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ജനം എന്ത് മറുപടി പറയുന്നു? ഞങ്ങളുടെ ദൈവമായ കർത്താവിങ്കൽ. അപ്പം മലങ്കരക്കാർ പറയാണ്, അച്ഛൻ ഇതുവരെ വന്നില്ലേ, ഞങ്ങൾ ഓൾറെഡി അവിടെ ആയിരിക്കുന്നു, ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, ഞങ്ങൾ അവിടെ ആയിരിക്കും, ഞങ്ങൾ നേരത്തെ ഇവിടെ ആണെന്ന് അച്ഛൻ പതുക്കെ കയറി വരാൻ പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പള്ളി വരുന്ന ജനത്തോട് പുരോഹിതൻ പറയുകയാണ്, എല്ലാവരും കൂടെ വേഗം മേളി വരാൻ. പിടികിട്ടുന്നോ? പ്രിൻസിപ്പള് HM എല്ലാവരും അസംബ്ലിക്ക് വിളിക്കുന്ന പോലെയാണ്. സ്കൂളിൽ വന്ന് മര്യാദയ്ക്ക് ഒരു പാട് വെട്ടിട്ടാണ് ഈ പൊതിയൊക്കെ കെട്ടി വെപ്രാള പെട്ട് വണ്ടിയിലേക്ക് കയറി സ്കൂളിലെത്തി. അന്നേരം പറയണം എല്ലാവരും അസംബ്ലിക്ക് ഇറങ്ങി മുറ്റത്തോട്ട് വരാൻ പറയുന്ന പോലെ. അമ്മച്ചി പാട് വെട്ടിട്ടാണ് 8:30 കുർബാനയ്ക്ക് 9:15 എത്തിയത്. അന്നേരം പറയുകയാണ്, ഇതാ എല്ലാവരും കൂടെ മേളി വരാൻ. എൻ്റെ ചോദ്യം, ഇവിടെ നിന്നാ പോരെ? എന്തിനാണ് ഇപ്പോൾ എല്ലാവരും കൂടെ കെട്ടും കിടക്കായിട്ട് മേളിലോട്ട് പോന്നേ? കുർബാന നടക്കുന്നത് അവിടെയാണ്. പറഞ്ഞ ഹല്ലേലൂയാ. അവിടെ പോയി കുർബാന അർപ്പിക്കാനുള്ള ഒരുക്കമാണ് ഈ വചന ശുശ്രൂഷയിൽ നടത്തിയത്. ശുദ്ധീകരിച്ചു, എല്ലാം പാവം എല്ലാം പറഞ്ഞ്, പരിഹാരമൊക്കെ പാവപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്ന എല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് വചനമൊക്കെ കേട്ട്, ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത് ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് അബ്സല്യൂഷനും കഴിഞ്ഞ്. എന്താണ് അബ്സല്യൂഷൻ? പാപമോചനം പ്രാർത്ഥിച്ച്. എന്താണ്? നാം എല്ലാവരുടെ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും 2 ലോകങ്ങൾ ദൂക്കുറ്റി ആശീർവദിക്കുന്ന ആ സമയത്ത് ആ പാപമോചനത്തിൻ്റെ ആശീർവാദവും തന്ന് വിശ്വാസ പ്രമാണവും ചൊല്ലി നല്ല മിടുക്കരായിട്ടിരിക്കുമ്പോഴാണ് പറയുന്നത്, ഓക്കെ എല്ലാം റെഡിയായി കഴിഞ്ഞു, വണ്ടി റെഡിയായി കഴിഞ്ഞു, വേഗം വന്നോളൂ, എല്ലാവരും വെള്ളോട്ട് വന്നോളൂ. പിടികിട്ടുന്നോ? എല്ലാ കുർബാനയുടെയും അനാഫറ, അതിൻ്റെ പ്രധാന ഭാഗം ആരംഭിക്കുന്നത് മേളിലാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അതിൻ്റെ കാരണം കുർബാന നടക്കുന്നത് മേളിലാണ്. അവിടെ ചെന്ന് എല്ലാവരും കൂടെ ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴാണ് നമ്മൾ ആരെയാ കാണുന്നത്? അവിടെ ഈ സ്വർഗത്തിൽ ആരാ ഉള്ളത്?
അവിടെ ഈ ദൈവവും പിതാവ് പുത്രൻ പരിശുദ്ധാത്മ അമ്മ എല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ ഇഷ്ടം പോലെ മാലാഖമാരിങ്ങനെ തലങ്കം വിലങ്ങും നടക്കുകയാണ്. അവരെന്താണ്? പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞാൽ ഉടനെ ഏത് പ്രാർത്ഥനയാണ് വരുന്നത്? തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതായത് ഈ ഭയങ്കര ചീത്ത വിളിക്കുന്ന അയൽക്കാരുള്ള വീടുകളിൽ അടുത്ത് താമസിക്കുന്ന വീട്ടിലെ പിള്ളേർ ചീത്ത വിളിക്കത്തില്ലേ? നമ്മൾ ഈ ചീത്ത എവിടുന്ന് പഠിച്ചത്? ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മൂത്ത പെങ്ങളുടെ രണ്ടാമത്തെ മകൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ സെമിനാരിയിൽ നിന്ന് അവധിക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവനെ എന്തോ കാര്യത്തിന് വരട്ടിയപ്പോൾ അവൻ എന്നെ ഒരു പന്ന ചീത്ത വിളിച്ച്. വാക്കത്തി കൊണ്ട് വെട്ടാൻ വന്ന കഥയൊക്കെ ഉണ്ട്, അത് വേറെയാണ്. ഒരുപാട് കൊലപാതക ശ്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ. എല്ലാം പിള്ളേരായിരുന്നു കൊല്ലാൻ നോക്കിയത്, മനസ്സിലായല്ലോ. അതായത് ഇങ്ങനെ അവൻ എന്നെ ചീത്ത വിളിച്ചവൻ. അപ്പം ഞാൻ അവൻ അമ്മയോട് ചോദിച്ചു, ഇവൻ ചീത്ത വിളിച്ചു, ഇവന് ചീത്തയൊക്കെ നിങ്ങൾ ചീത്ത വിളിക്കും ഇവിടെ? അവനോട് പറഞ്ഞു, എൻ്റെ മോനെ ഇവിടെ അയലോക്കത്ത് ഭയങ്കര കള്ളു കുടിച്ചിട്ട് ചീത്ത വിളി രാവിലെ മുതൽ വൈകിട്ട് വരെ. ഈ പിള്ളേരല്ലേ ഇവരിങ്ങനെ ഇതും കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓരോന്ന് കേട്ടിട്ട് എഴുതി വെക്കാൻ അറിയാത്തതുകൊണ്ട് എഴുതുന്നില്ല, നോട്ടിലെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ തിരിച്ചു വിളിക്കുകയാണ്. അത് ഈ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ അറിയാതെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ രാവിലെ പല്ല് കേൾക്കുന്ന സമയത്ത് തൊട്ടടുത്ത അമ്പലത്തിൽ ഒരു പാട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അമ്പലത്തിലെ പാട്ടൊന്നും ഇഷ്ടമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ പല്ലൊക്കെ തേച്ചെല്ലാം കഴിഞ്ഞ് മുറി ചെന്ന് കഴിഞ്ഞ് ഉടുപ്പിട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ പാട്ട് അറിയാതെ അയ്യോ ഈ പാട്ടെങ്ങനെ എൻ്റെ ഉള്ളിൽ കയറുമെന്ന് നോക്കുമ്പോൾ ഈ കേട്ടോ ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയല്ലേ? എനിക്ക് ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പോയേ എനിക്ക് പാടേണ്ടത് പോയേ. പക്ഷേ അതറിയാതെ കയറി വരികയാണിത്. പറഞ്ഞേ ഹല്ലേലൂയ. കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അറിയാതെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതാണ് മേളിൽ ചെന്ന് മാലാഖമാരെല്ലാം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സ്തുതിക്കുമ്പോൾ അമ്മച്ചി എന്നാ പറയാൻ തുടങ്ങി? തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അച്ഛൻ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇങ്ങോട്ട് വന്നേ അച്ഛാ, എൻ്റെ തലയൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിക്കച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യം ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞു എന്നെ കാര്യം പറയാം, അപ്പം ഞാൻ പ്രാർത്ഥിക്കാം. അത് പറഞ്ഞിട്ട് അതെ, ഞാനിങ്ങനെ നടന്നു പോയ സമയത്ത് എൻ്റെ ആ നടന്നു പോകുന്ന വഴിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ചീത്തവിളിയായിരുന്നു. അപ്പോൾ ചീത്തവിളിയാണല്ലോ, ഞാൻ പുരോഹിതനാണല്ലോ. അപ്പം ഞാൻ എന്നെ കാണുമ്പോൾ നിർത്തട്ടെന്ന് വിചാരിച്ച് ഞാൻ കാണുന്ന രീതി നിന്നപ്പോൾ ഒരു ചീത്ത എന്നെയും വിളിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ചീത്ത വിളിച്ചാൽ ഇപ്പം എന്നെ കുഴപ്പമില്ല, എത്രയോ പേര് എന്നെ എന്തോരം പേര് ചീത്ത വിളിച്ചു. അതല്ല അതിൻ്റെ പ്രശ്നം അതല്ല, ആ ചീത്ത എൻ്റെ ചെവിയിൽ നിന്ന് പോകുന്നില്ല ചാ. എനിക്ക് എപ്പോഴും ആ ചീത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശുഭകോ ലാഭോ ചീത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അച്ഛന് പറ്റുന്നില്ല. അച്ഛനെല്ലാം എന്ത് കുർബാന ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ഈ ചീത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേൾക്കുന്ന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നാ കേൾക്കണ്ടേ നമ്മൾ ആലോചിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? വീട്ടിലൊക്കെ ദൈവവചന ഓഡിയോ ഒക്കെ പ്ലേ ചെയ്താൽ വചനമൊക്കെ ഇങ്ങനെ നമ്മുടെ തലയിൽ വരും. അല്ല വീട്ടിൽ 24 hours ടെലിവിഷനൊക്കെ ഓൺ ചെയ്ത് ഇങ്ങനെ ഇട്ടിരുന്നാൽ അത് തന്നെ കയറി വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണത്. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഏതായാലും പരിശുദ്ധൻ 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 എന്ന് മാലാഖമാരോട് ചേർന്ന് സ്തുതിച്ച് കഴിയുമ്പോഴാണ് എന്താണ് പറയുന്നത്? ആ പ്രാർത്ഥന, സ്ഥാപന വചന പ്രാർത്ഥന അച്ഛൻ ചൊല്ലുകയാണ്. എന്താണ് പ്രാർത്ഥന? എങ്ങനെ തുടങ്ങുന്നത്? പാപമില്ലാത്തവനായ താൻ പാപികളായി നമുക്ക് വേണ്ടി. കണ്ടോ? അതെന്തിനാ ഇവിടെ കൊണ്ട് വെച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇത് മേളിൽ ചെന്നിട്ടേ അത് ചെയ്യാൻ പറ്റൂ. കാരണം അവിടാണ് ഇത് നടക്കുന്നത്. പാപമില്ലാത്തവനായ താൻ പാപികളായി നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കാൻ ഒരുങ്ങിയപ്പോൾ പരിശുദ്ധമായ തൃക്കൈകളിൽ അപ്പമെടുത്ത്. മനസ്സിലായോ? അത് ഈശോ ആ ചെയ്തത് കർത്താവ് ഈശോ മെശിഹ. ഇതെന്തിനെന്നറിയാം? ഇത് അച്ഛൻ ചൊല്ലുകയാണെങ്കിൽ ഇത് ആരാ ചൊല്ലുന്നേ? ഈശോ ചൊല്ലുകയാണിത്. ഈശോ പറയുകയാണ്, പിതാവേ, ഞാനിത് അന്ന് അവർക്ക് വേണ്ടി ഞാൻ കുരിശിൽ മരിക്കുന്നതിൻ്റെ തലേ രാത്രി അപ്പമെടുത്ത് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, പിതാവിൻ്റെ മുമ്പിൽ തൻ്റെ പീഡാനുഭവം യേശു അനുസ്മരിച്ച് ആവർത്തിക്കുന്നതാണ് പുരോഹിതൻ ചൊല്ലുന്ന സ്ഥാപന വചനങ്ങൾ. യേശുവിൻ്റെ ബലിയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കർത്താവ് യേശു മിശിഹ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധ കുർബാന മുഴുവൻ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ള പങ്കുചേരലാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, ഇനി ശ്രദ്ധിച്ചിരിക്കുക. എന്തിനാ ഞാൻ ഇത്രയും പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പാപമോ രോഗമോ
ശാപമോ ദാരിദ്ര്യമോ പൈശാചിക ബന്ധനങ്ങളോ? 5 കാര്യം ഞാൻ പറഞ്ഞു. 5 അല്ല, 5 ഞാൻ ചുരുക്കി പറഞ്ഞാണ്. പാപമോ രോഗമോ ശാപമോ ദാരിദ്ര്യമോ പൈശാചിക ബന്ധനമോ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരിഹാരം എന്താണ്? ഇതിൻ്റെ പരിഹാരം യേശു കുരിശിൽ നമുക്ക് വേണ്ടി നമ്മുടെ പക്ഷം പറഞ്ഞ് ഈ ശത്രു നമ്മളിൽ നിന്ന് പരാജയപ്പെടാൻ, ഈ ശത്രു കീഴടങ്ങാൻ, നമ്മൾ പൂർണ്ണമായി സ്വതന്ത്രരായി ദൈവമക്കളുടെ പൂർണ്ണതയിലേക്ക് എത്താൻ യേശു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുർബാനയിലാണ് അതിൻ്റെ ആത്യന്തിക വിമോചനം. വേറെ ഒരു പ്രാർത്ഥനയിലും അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ മോമെന്റ് മുതൽ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ ഒരു സുവിശേഷ വേലക്കാരനല്ലേ, അച്ഛൻ പറയൂ, ഞങ്ങളുടെ ഈ ബന്ധനം അഴിയാൻ ഏത് പ്രാർത്ഥനയാണ് അച്ഛന് സജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തിരിച്ചറിയാഞ്ഞിട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ് ഇതിനേക്കാൾ വലിയ, അതായത് യേശു കുരിശിൽ അർപ്പിച്ച ബലിയുടെ നിരന്തരമായ തുടർച്ചയായ സ്വർഗീയ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയായ പരിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇതിനുള്ള സൊല്യൂഷനാണ് യേശു കുരിശിൽ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത്. അത് യേശുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് ഉണ്ടാവണം. യേശുവിൻ്റെ അടുത്ത് നമ്മൾ ഉണ്ടായാലും എന്ത് ചെയ്തു? ഇതേടാ, ഇതിന് സൊല്യൂഷൻ ഞാൻ കുരിശിൽ തീർത്താണ്, നീ ഇത് കിടന്ന് സഹിക്കേണ്ട കാര്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കർത്താവ് യേശു മിശിഹ നമ്മൾ കടന്നു പോകുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങൾക്കുമുള്ള പരിഹാരം കുരിശിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞു. ആ സൊല്യൂഷൻ വാങ്ങാൻ നമ്മൾ എത്തണം. ഇതൊരു ആചാരത്തിന് വരുന്നതല്ല പള്ളിയിൽ. അതായത് ഓരോ കുടുംബത്തിൻ്റെയും സമ്പൂർണമായ വിമോചനം നടക്കുന്നത് വേറെ ഒരു പ്രാർത്ഥനയിലും അല്ല. എനിക്ക് തെറ്റിദ്ധരിച്ചതാണ്. അവിടെ ഇവിടേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ആശ്വാസങ്ങളൊക്കെ കിട്ടും. തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഞാൻ പറയുന്നത് കേട്ടിട്ട് തലവേദന മാറിയാൽ നാളെ നടുവേദന വരും, നടുവേദന മാറിയാൽ മറ്റന്നാൾ പുറം വേദന വരും. ഇതിനൊന്നും ഒരു അവസാനമൊന്നും ഇല്ലെന്ന്. നിങ്ങൾ വിചാരിച്ചു മകള് IELTS എഴുതി പാസ്സായി കാനഡയിൽ എത്തിയപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നവും തീർന്നില്ലെന്ന് കാനഡയിൽ ചെന്നപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായത്. അടുത്ത പ്രശ്നം അന്നേരമല്ലേ തുടങ്ങിയത്. PR കിട്ടാനുണ്ട്, കൊച്ചിൻ്റെ കല്യാണം നടക്കാനുണ്ട്, പിന്നെ കല്യാണം നടന്ന് പിന്നെ അവൻ്റെ സ്വഭാവം നേരെയാവാനുണ്ട്, പിള്ളേരുണ്ടാവാനുണ്ട്, പിന്നെ ഉണ്ടായ പിള്ളേരുടെ പ്രശ്നം മാറാനുണ്ട്. പിന്നെ ഇതൊന്നും തീരാൻ പോകുന്നില്ല എൻ്റെ അമ്മച്ചി. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ താൽക്കാലിക ആശ്വാസത്തിന് ഓരോ സ്ഥലത്ത് ഓടുമ്പോൾ തൽക്കാലത്തേക്ക് ഒരു പൊറുതിയൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, പൊങ്കാലയ്ക്ക് പോകുമ്പോഴും ശബരിമല പോകുമ്പോഴും ഒക്കെ കിട്ടും. ആ കൂട്ടത്തിൽ ഇതും കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയാ. ആത്യന്തികമായ ഒരു മോചനം, ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു ആത്മശക്തിയുടെ ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ അത് യേശുവിൻ്റെ കുരിശിലെ ബലിയിലല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്ന് വീണ്ടും 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 ഞാൻ നിങ്ങളോട് പറയുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിൻ്റെ ബലിയിലേക്ക് അടുത്ത് വരിക. അവിടെ നിങ്ങൾ ഈ പ്രശ്നങ്ങളിലെല്ലാം മേളിൽ കയറാൻ തുടങ്ങും. അപ്പം നിങ്ങൾ പൗലോസിനെ പോലെ വിളിച്ച് പറയും, തലവേദനയോ 2 ദിവസം അവിടെ ഇരിക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് മാറിയാൽ മതി, ഒരു കുഴപ്പമില്ല. പ്രശ്നങ്ങളുടെ മേളിൽ നിങ്ങൾ കയറാൻ തുടങ്ങും. പ്രശ്നങ്ങളുടെ മുകളിൽ കുറച്ച് കഴിയുമ്പോൾ സാധാരണ മനസ്സിലാവും, അസുഖം കൊണ്ടോ പ്രയാസം കൊണ്ടോ ഇവനെ ഉദ്ധരിക്കാൻ പറ്റും, അതിൻ്റെ മേളിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? പിശാചിനെ ചെറുത്ത് നിൽക്കുക. അവ ഓടിപ്പോവും. പിന്നെ അവൻ നിൽക്കത്തില്ല, ഓടി പഞ്ചായത്ത് വിട്ട് വേറെ സ്ഥലത്ത് പോകും. പറഞ്ഞേ ഹല്ലേലൂയാ. ബലിപീഠത്തിൽ അഭയപ്പെടുന്നവന് പൈശാചിക ശക്തികളുടെ മേൽ വിജയമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ശത്രു ഇപ്പോൾ ഒരാൾക്കൊരു തെറ്റ് പറ്റി, ആ തെറ്റ് പറ്റിയിട്ട് ഒരാൾക്ക് ഒരു കൊലപാതകം ചെയ്തിട്ട്, ഇസ്രായേൽ നിയമമുണ്ടായിരുന്നു, കൊലപാതകം ചെയ്തിട്ട് ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ അഭയനഗരങ്ങളിലേക്ക് പ്രവേശിച്ചിട്ട്, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ ആൾ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ട് ബലിപീഠത്തിൻ്റെ വളർക്കോണുകളിൽ, കാളയുടെ കൊമ്പ് പോലെ ബലിപീഠത്തിൻ്റെ 4 വശത്തും ഇങ്ങനെ വളർക്കോണുകൾ, കൊമ്പ് പോലെ സാധനം ഉണ്ടായിരുന്നു. ഈ ബലിപീഠത്തിൻ്റെ വളർക്കോണുകളിൽ അവൻ പോയി പിടിച്ചാൽ പിന്നെ അവനെ തൊടാൻ പാടില്ല. കൊലപാതകയാണ്, പക്ഷെ അവനെ പിന്നെ അവിടെ തൊടാൻ പാടില്ല. അവൻ ദുർമാർഗിയാണ്, അവൻ വചനം തെറ്റിച്ചവൻ. അവൻ ബലിപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചാൽ അവൻ അഭയമാണ്, അഭയം.
മനസ്സിലാവുന്നുണ്ടോ? ഇത് പഴയ നിയമത്തിലെ നിഴലാണ്. പുതിയ നിയമത്തിലെ പൊരുളെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പിശാച് കയറി വന്ന ഏത് സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ബലിപീഠത്തിൽ പിടിച്ചാൽ മോചനമാണ്. ബലിപീഠത്തിൽ പിടിച്ചാലേ മോചനമുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ആത്യന്തികമായിട്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഈ മോചനം പ്രാപിക്കേണ്ടത്. അതിന് പകരം താൽക്കാലിക ആശ്വാസം നിങ്ങൾക്ക് മതിയെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം എനിക്ക് വയറിനകത്ത് ഒരു ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. വയറിനകത്ത് എന്താ, എനിക്ക് ഒരു ട്യൂമർ, ഉദാഹരണത്തിനാണ്, വയറിനകത്ത് അമ്മച്ചി വിഷമിക്കണ്ട, അമ്മച്ചി അയ്യോ ട്യൂമർ, എനിക്ക് ട്യൂമറൊന്നുമില്ല, ഞാൻ പറഞ്ഞു ഉദാഹരണത്തിന് പറഞ്ഞാണ്. എൻ്റെ വയറിനകത്ത് ഒരു ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുക, എൻ്റെ വയറും വളർന്നുകൊണ്ടിരിക്കുകയാണ്, വയറിനകത്ത് ട്യൂമറും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു എനിക്ക് ഈ ട്യൂമർ കാരണം എനിക്ക് ഭയങ്കര വയറുവേദന. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ. ഒന്നുകിൽ നിങ്ങൾക്ക് വേദനാ സംഹാരികൾ കഴിച്ച് വേദന വരുമ്പോൾ കഴിച്ച് മുന്നോട്ട് പോവാം. പക്ഷെ ആത്യന്തികമായിട്ട് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് കാരണം മരിക്കും. രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത്, നല്ല വല്ല സർജനയും കണ്ടാൽ ഇത് അയാൾ എടുത്ത് കളഞ്ഞു തരും, പിന്നെ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് മുന്നോട്ട് പോകാം. മനുഷ്യരിന്ന് സ്വീകരിച്ചിരിക്കുന്നൊരു രീതി, വേദനാസംഹാരികൾ, അവിടെ പോയി ഇത്തിരി വേദനാസംഹാരി, ഇവിടെ പോയി ഇത്തിരി വേദനാസംഹാരി, ഇതൊക്കെ കഴിച്ച് ട്യൂമറുമായിട്ട് ജീവിക്കുകയാണ്. അധിക നാൾ കഴിയാതെ നമ്മൾ മരിക്കും. എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ കുരിശിനുണ്ടായിട്ടുണ്ട്. ഇത് എടുത്തു കളയാൻ ഒരു വകുപ്പുണ്ട്. അത് ബലിപീഠത്തിൽ അവൈലബിളായിരിക്കെ അതിനെ കളഞ്ഞിട്ട് പോകുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ മാരക പാപങ്ങളിലൊന്ന്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ അഭയപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നെഴുന്നേറ്റേ. വിശ്വാസം, നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പറഞ്ഞതെന്ന്. അതെന്തിനാണെന്ന് ഞാൻ ഇനി വിശദീകരിക്കാം. എഴുന്നേറ്റോ. രക്തോട്ടം ഉണ്ടാവും. നായ്ക്കമ്പറമ്പിലച്ഛനെ കേട്ടിട്ടുണ്ടോ? നായ്ക്കമ്പറമ്പിലച്ഛൻ നല്ല അച്ഛനാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു തന്ന ഒരു നല്ല ഇതുണ്ട്, എന്താണെന്നറിയാം, ഒരു സൂപ്പർ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് വേണോ അത്? ആ പ്രാർത്ഥന ഇതാണ്. അതായത് നല്ല മടുത്തും ക്ഷീണിച്ചും നടുവൊക്കെ ഇങ്ങനെ പുകഞ്ഞുമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉണർവ്, ഒരു അഭിഷേകം, ഒരു സൗഖ്യമൊക്കെ വരാൻ വേണ്ടി യേശുവെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചാട്ടം ചാടിയാൽ മതി. എന്താണ്? അപ്പോൾ അച്ഛൻ പറയുന്നത് 3 പ്രാവശ്യം ചാടണമെന്നാണ്. അച്ഛൻ പറഞ്ഞുകൊണ്ട് 3 തന്നെ ചാടാം. എല്ലാവരും ചാടണം. വലിയ വെയിറ്റ് ഇട്ടൊന്നും നിൽക്കരുത്. ചാടുന്നവൻ അനുഗ്രഹം പ്രാപിക്കുകയും ചാടാത്തവൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും. എല്ലാവരും ചാടണം. അപ്പോൾ തുടങ്ങാം. റെഡി? 1 2 3. യേശുവേ. അനുസരണയില്ലാത്ത സന്തതികളൂടെ ചാടിക്കൊള്ളുക. യേശുവേ. ചാടിക്കൊള്ളുക. യേശുവേ. ഇനി കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് കൈയടിച്ചേ. നന്നായിട്ട് കരങ്ങളടിച്ചേ. ആമേൻ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ചേ. ഹല്ലേലൂയ. ആമേൻ. ഇരുന്നേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്വർഗത്തിൽ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞതും നമ്മളതിൽ പങ്കെടുക്കണം. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിമോചനം പ്രാപിക്കണം. ബോധ്യത്തോടെ കുർബാനയിലെ ഭാഗങ്ങൾ മനസ്സിലാക്കി നാം പങ്കെടുക്കണം. അതെന്തിനാണ് പറഞ്ഞതെന്ന് ഇനി ഞാൻ പറയാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് സമയമേ ഉള്ളൂ, പെട്ടെന്ന് പറയാൻ പോവാണ്. നിങ്ങൾ നല്ല ശ്രദ്ധയുള്ളവരാണ്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നല്ല കൊള്ളാം, നന്നായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അടുത്തത്, വിശ്വാസത്തെ സംബന്ധിച്ച് 4 ദിവസം കൊണ്ട് ഞാൻ വിവിധ മേഖലകൾ പറഞ്ഞു. കുറേ കാര്യങ്ങൾ, കുറേ അധികം, നിങ്ങൾ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടാകും കുറച്ചൊക്കെ, കുറേ അധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി വിശ്വാസത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എനിക്ക് ആ വിഷയം അവസാനിപ്പിക്കാൻ പറ്റും. അതാണ് ഒന്ന് പറഞ്ഞ്, വിശ്വാസം എവിടുന്ന വരുന്നത്? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങൾ വായിക്കുകയും, അതിനൊരു വാക്ക് എന്താണ്? ലോഗോസും റേമായും. അപ്പോൾ റേമ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് വചനത്തിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യങ്ങൾ കിട്ടും, വിശ്വാസം വളരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അതിനെ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി വിശ്വാസത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള അവസാനത്തെ കാര്യം, വിശ്വാസം വളരുന്നത് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴാണ്, ഏറ്റു പറയുമ്പോഴാണ്. വിശ്വാസം വളരും. നിങ്ങളുടെ വിശ്വാസം വളരണോ? ഒറ്റ കാര്യമുള്ളൂ, യേശു ദൈവപുത്രനാണ്, യേശു രക്ഷയ്ക്കുള്ള ഏക വഴിയാണ്, യേശുവിലൂടെയാണ് രക്ഷ എന്ന്
നിങ്ങളൊന്ന് ഒരാളോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ വിശ്വാസം കയറി വരും. വിശ്വാസം പ്രഖ്യാപിക്കണം. രക്ഷ പ്രാപിക്കുന്നത് റോമർ 10:9. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ, ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് അധരം കൊണ്ട് ഏറ്റുപറയണം രക്ഷ കിട്ടാൻ. അപ്പൊ എന്താ പറഞ്ഞേ? ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് അധരം കൊണ്ട് ഏറ്റുപറയണം. എന്താ പറഞ്ഞേ? ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് അധരം കൊണ്ട് ഏറ്റുപറയണം. എന്നോട് പറഞ്ഞേ, ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് അധരം കൊണ്ട് ഏറ്റുപറയണം. അപ്പൊ അതാണ് കൺഫഷൻ ഓഫ് ഫെയ്ത്ത്. അവസാനത്തെ കാര്യം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അങ്ങോട്ട് നോക്കണം. രക്ഷ കിട്ടാൻ, നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടെന്ന് 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 രക്ഷ നടക്കാൻ എന്താ വഴിയെന്ന് ചോദിച്ചാൽ, വഴി ഇതാണ്: വിശ്വാസം പ്രഖ്യാപിക്കണം. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒരു LKG കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത്? അതിന് ഒന്ന്, വല്ലവരോടും വല്ല സമയത്തും ദൈവം പറഞ്ഞത് പ്രഖ്യാപിക്കുകയല്ല, നിങ്ങളോട് പറഞ്ഞത് പ്രഖ്യാപിക്കുന്നതാണ് ഉചിതം. നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ കോവിഡിൻ്റെ സമയത്താണ്, എനിക്ക് കുറേ സമയമുണ്ടല്ലോ, കോവിഡിൻ്റെ സമയമല്ലേ, നമ്മളെല്ലാവരും വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പെന്തക്കോസ്ത വന്നപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു എനിക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കിട്ടണം. കോവിഡ് വേദനാജനകമായിരുന്നു, എല്ലാവർക്കും പ്രയാസമായിരുന്നു, ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ. പക്ഷെ എങ്കിലും ആ സമയത്തുണ്ടായിരുന്ന ഒരു ആശ്വാസം, നമുക്ക് ഈ തിരക്കൊന്നുമില്ല. ഈ തിരക്കിൻ്റെ പ്രശ്നം എന്തെന്നറിയോ? നമ്മളെല്ലാവരെയും നന്നാക്കിക്കൊണ്ട് നടക്കും, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യും. നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങളിലെല്ലാം ഉദാസീനത, ഈ തിരക്കിൻ്റെ വലിയൊരു അപകടം അതാണ്. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായ വലിയൊരു സന്തോഷം, നമുക്കിങ്ങനെ മനസമാധാനത്തോടിരുന്ന് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും വിശ്രമിക്കാനും എല്ലാം ദൈവം സമയം തരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പെന്തക്കോസ്ത വന്നപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചതിൻ്റെ കാരണം, എനിക്ക് ഈ 10 ദിവസവും, മറ്റേതാണെങ്കിൽ അവിടെ ധ്യാനമുണ്ട്, 10 ദിവസവും ധ്യാനമുണ്ട്. 10 ദിവസവും ധ്യാനം, ആളുകൾ വരുമ്പോൾ നാച്ചുറലി അവരെ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ എനിക്ക് 10 ദിവസവും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ഞാനിങ്ങനെ ചിന്തിച്ചു, കണക്ക് കൂട്ടി, എനിക്ക് ഇത്രയും നാളും പ്രാർത്ഥിച്ച് കിട്ടിയതിനേക്കാളും വലിയൊരു അഭിഷേകം ഈ വർഷം കിട്ടണം. 2020 മെയ് ആണ്, മെയ് 31 പെന്തക്കോസ്തി. എങ്ങനെ ഓർത്തിരിക്കും? ഞാൻ കണക്ക് നമ്പറും എല്ലാം മറന്നു വന്ന ആളാണ്. ഓർത്തിരിക്കാൻ കാരണം വേദപുസ്തകത്തിൽ ആ ഡേറ്റ് എഴുതിയിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അന്ന് ദൈവം സംസാരിച്ചത് അതിനടുത്ത് ഞാൻ ഈ ഡേറ്റ് എഴുതിയിട്ടിട്ടുണ്ട്. 2020 മെയ് 31 എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓർത്തിരുന്നത്. അപ്പോൾ ഞാൻ ആ 10 ദിവസവും നന്നായിട്ട് പ്രാർത്ഥിച്ചു. ചുരുക്കം ചില ആളുകളെ ധ്യാനകേന്ദ്രത്തിലുള്ളൂ, കഷ്ടിച്ചൊരു 10-ൽ താഴെ ആളുകൾ. പകൽ സമയത്ത് പ്രാർത്ഥിച്ചാൽ പോലീസൊക്കെ വരുന്ന സമയമാണ്, അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു, നമുക്ക് രാത്രിയിൽ പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തായുടെ തലേന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് വെളുപ്പിനെ കുർബാന അർപ്പിച്ച് ഞാൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മെയിൻ ഹാളിൽ നിന്ന് ഞാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ എൻ്റെ ഹൃദയം വളരെയേറെ അസ്വസ്ഥമായിരുന്നു. കാരണം ഞാൻ 10 ദിവസം കാത്തിരുന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് കിട്ടിയില്ല എന്നെൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ വരിക. ഇരുട്ടായതുകൊണ്ടും വഴിയിൽ വെളിച്ചമില്ലാതിരുന്നത് കൊണ്ടും ഇഴജന്തുക്കളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ടും ഞാൻ എൻ്റെ കയ്യിൽ ഒരു വടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് നടന്നു പോയപ്പോൾ, നടന്നാ പോണേ, എൻ്റെ കൂടെ ഇപ്പം താഴെ ഇരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ എൻ്റെ കൂടെ രാത്രിയിൽ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അരിശവും ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ഈ വടി എടുത്ത് നിലത്ത് അടിച്ചു. അപ്പോൾ വടി ചെതറിപ്പോയി, ആ ഊക്കോടെ ഞാൻ അടിച്ചു. അപ്പം ഞാനങ്ങനെ ചെയ്യുന്നത് ഈ ഇവരെ കണ്ട് അങ്ങനെ ചെയ്യാറില്ല നോർമലി ഒന്നും, അങ്ങനെ ക്ഷോഭമൊന്നും പ്രകടിപ്പിക്കാറില്ല, അങ്ങനെയൊന്നും കാണിക്കാറില്ല. ചെറിയ ദേഷ്യമൊക്കെ കാണിക്കും. പക്ഷെ അപ്പോൾ ഈ മനുഷ്യൻ സഹോദരൻ അത്ഭുതപ്പെട്ടിട്ട് എന്നാ പറ്റിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് അവനോട് പറയാനും ഇഷ്ടമില്ല, കാരണം അവൻ ഇങ്ങനെ നല്ല പ്രാർത്ഥിച്ച് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട. ഞാൻ അവനെ പറഞ്ഞു എനിക്കൊന്നും കിട്ടിയില്ല എന്ന് അവനോട് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അവന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ഭയങ്കര എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വളരെ നിരാശനാണ്. ഞാൻ പ്രാർത്ഥിക്കണം, ദൈവമേ എല്ലാ പെന്തക്കോസ്തായ്ക്കും ഞാൻ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്,
എനിക്ക് അത്രയും അഭിഷേകം ദൈവം തരും ആ സമയത്ത്. പക്ഷേ എനിക്ക് ഈ പെന്തക്കോസ്തായിക്ക് എനിക്ക് ദൈവമേ ഒന്നും എൻ്റെ ഹൃദയം വരണ്ടിരിക്കുകയാണ്. ഞാൻ പോയി വെളുപ്പിനെ ഒരു 3-3:30 സമയമാണ് ഞാൻ പോയി കിടന്നു. അപ്പോൾ ഈ സഹോദരൻ കുറച്ചു നേരം നിന്നിട്ട് പോയി. അവൻ വെളുപ്പിനെ ഒരു 8 മണി ഒക്കെ ആയപ്പോൾ എത്തിയപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഞാൻ നോർമലി അങ്ങനെ രാവിലെ ഒരുപാട് സമയം കിടന്നുറങ്ങുന്ന ആളല്ല. എത്ര ലേറ്റായിട്ട് കിടന്നാലും 5:30 ആകുമ്പോൾ അറിയാതെ സ്വിച്ച് ഇട്ട പോലെ എഴുന്നേറ്റ് പോകും. പക്ഷെ അന്നിങ്ങനെ ഞാൻ വെറുതെ എഴുന്നേക്കാതെ കിടക്കുന്ന കണ്ടിട്ട് എന്നോട് അവൻ ചോദിച്ചു, അച്ഛൻ എഴുന്നേറ്റില്ലേ ഇതുവരെ, എന്തെങ്കിലും വേണോ? അപ്പോൾ എൻ്റെ ഉള്ളിൽ മുഴുവൻ ഈ നിരാശയായതുകൊണ്ട്, വിഷമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ വേണമെന്ന്, നീ പോയേ. അങ്ങനെ ഞാൻ സാധാരണ പറയുന്നല്ല, അങ്ങനെ പറയില്ല, സാധാരണയല്ല അങ്ങനെ പറയില്ല. ഒരാൾ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞു അവനോട്. അപ്പോൾ അവന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. 10 മണിയായപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നില്ല, ഞാൻ കട്ടിലെ തന്നെ കിടക്കുകയാണ്. 10 മണിയായപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അച്ഛൻ എഴുന്നേൽക്കുന്നില്ലേ, പല്ലൊന്നും തേച്ചില്ലേ, അച്ഛന് എന്തെങ്കിലും? ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും വേണം ഞാൻ ചോദിച്ചോളാം, നീ പോയേ, ഇപ്പോൾ ഓക്കെ. 11 മണിയായി, ഞാൻ എഴുന്നേൽക്കുന്നില്ല. അവൻ പിന്നെയും വന്നിട്ട് ഇനി എനിക്ക് എന്തെങ്കിലും വയ്യാതെ വല്ലതും ആണെന്ന് വിചാരിച്ചിട്ടാവും, ഞാൻ എന്തെങ്കിലും ചായ വല്ലതും അച്ഛന്. ഞാൻ പറഞ്ഞു, നിനക്ക് മലയാളം മനസ്സിലാവത്തില്ലേ, എന്നെ ശല്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞില്ലേ, നീ പോയേ. താഴെ ഇരിപ്പുണ്ടാ ചേട്ടൻ, ആ സഹോദരൻ കേട്ടോ. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് പോയില്ല. അവിടെ ആ വരാന്തയിൽ ഇങ്ങനെ ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഞാനങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാം. എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഞാനിങ്ങനെ, എൻ്റെ കർത്താവേ, ഞാൻ വേറൊന്നും അല്ലല്ലോ ചോദിച്ചത്, കൊട്ടാരം പണിഞ്ഞേരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചെന്താണ്, എന്നെ നീ ഒരു പടി കൂടി എനിക്ക് നീ കൃപ തരണം. അല്ല ഞാൻ ചോദിച്ചത്, നീ തന്നില്ലല്ലോ. അപ്പൊ ഇനി ഞാൻ ആളുകളെ പെന്തക്കോസ്തായിക്ക് ഒരുക്കാം കേട്ടോ, ഒരുക്കാം. കാരണം ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തരുന്നില്ല. പിന്നെ ഞാൻ ആളുകളോട് ഞാൻ പറയാൻ പോകണില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ പറയത്തില്ല. കാരണം എന്താണ്, എനിക്കൊന്നും തന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ, ഞാൻ കൃത്യമായിട്ട് എനിക്കറിയാം, ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, എനിക്കൊരടയാളം പോലും തന്നില്ലല്ലോ, ഒരടയാളം പോലും തന്നില്ലല്ലോ. ഞാനിത് പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ നിങ്ങൾ നോക്കിയോ, തോന്നലൊന്നും അല്ല കേട്ടോ, ഞാൻ ഒരു തോന്നലും ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്ന ആളല്ല. തോന്നലുകൾ എന്നതേ ഈ ഭാഗത്ത് ആരോ ഇങ്ങനെ അതിശക്തമായിട്ട് വിരൽ കൊണ്ട് കുത്തി. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ തലയണയെ നോക്കി, എന്തെങ്കിലും ഉണ്ടോ വല്ല. ഈ കാട്ട് പിന്നെ അങ്ങനെ ഒരു സ്ഥലമാണ്, എഴുജന്തുക്കൾ അങ്ങനെ സാധനമൊക്കെ കയറുന്ന ഒരു സ്ഥലമാണത്. അങ്ങനെ വല്ലതും കയറിയതാണോ, എന്നെ കടിച്ചാണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ തല ഇങ്ങനെ പെരുത്ത് നോവുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ടാ, നീ അവിടെ ഉണ്ടോ? അവനെ ഓടിച്ചു വിട്ടാണ്. ഉണ്ടച്ചാ. ഞാൻ നീ വന്നേ, എന്നെ എന്തോ കുത്തി നോക്കാൻ പറഞ്ഞു. ഈ തലയുടെ പുറയിലുണ്ട്, നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ നോക്കി, എൻ്റെ മുടിയെല്ലാം മാറ്റി ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലാതെ ഞാൻ പറയുമോ കുത്തിയെന്ന്? ഒന്നും ഇല്ലാത്തോണ്ടല്ലേ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. നീ പോയേ, നിന്നോട് ഞാൻ വരില്ലെന്നല്ലേ പറഞ്ഞു, നീ പോയേ എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് എന്നെ നല്ലതുപോലെ തോന്നലാണെങ്കിൽ ഈ അരപ്പ് ഇവിടെ നിൽക്കത്തില്ലല്ലോ, ഇവിടെ ഇങ്ങനെ വേദന നിൽക്കുകയാണ്. ഞാൻ വീണ്ടും കിടന്നു, എനിക്ക് എഴുന്നേക്കാൻ ഉദ്ദേശമില്ല. എന്നെ രണ്ടാമതും കുത്തി. ഞാൻ പറഞ്ഞിട്ടാ, നീ വന്നേ, നീ വന്നേ, ഇത് എന്നെ പിന്നെയും കുത്തിയെന്ന് പറഞ്ഞു, നോക്കാൻ പറഞ്ഞു. അവൻ നോക്കിയിട്ട് അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അവന് മനസ്സിലായി ഇയാളുടെ പിരി ഇളകിയിരിക്കുകയാണ്, ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നീ വായും പിടിച്ചത് കണ്ടോ, എന്താ കുത്തിയതല്ലേ, നോക്ക് അവിടെ മുറിവുണ്ടോ, എന്താ അത്? അവൻ പറയണം, അച്ഛാ അവിടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ ഇത് ഇവിടെ കാണും, ഈ തലയണയിൽ, നീ നോക്കിയേ, അത് കുത്തിയിട്ട് ഒളിച്ചിരിക്കുകയായിരിക്കും, നോക്ക്. അവൻ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അവനെ ഓടിച്ചു വിട്ടു. എന്നെ മൂന്നാമതും കുത്തി. കേട്ടോണം, ഒറ്റ കുത്ത്. അയ്യോ, ഞാൻ ശരിക്കും പേടിച്ചു. നീ വന്നേ. ഞാൻ പറഞ്ഞു, നീ ഈ സാധനം എടുത്തുകൊണ്ട് വെളിയിൽ പോയിട്ട് നോക്കി, അതിനകത്ത് കാണും, എന്തെങ്കിലും കാണും. 3 പ്രാവശ്യം കുത്തി.
അത് ഒരു സ്ഥലത്താണ് കുത്തുന്നത്, ഇങ്ങനെ കുത്തുക. അവനെല്ലാം കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയി കുടഞ്ഞ് തിരിച്ചു വന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ ഒന്നുമില്ലയെന്ന് പറഞ്ഞു. എനിക്കാണ് അരിശം വന്നിട്ട് ഇവനെ ഞാൻ ഇടിക്കാണ് തോന്നുകയാണ് എനിക്ക്. ഞാൻ പറഞ്ഞിട്ട് എന്നെ കുത്തിയിട്ടില്ല, ഞാൻ നുണ പറയുകയാണോ, എന്നെ കുത്തിയിട്ടില്ലേ കുത്തിയെന്ന് പറഞ്ഞേ. അവൻ പറഞ്ഞു, അത് കുത്തി എന്നുള്ളത് ശരിയായിരിക്കും, ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല, പിന്നെ ഇവിടെ ഒന്നും കാണാതിരിക്കുന്ന സ്ഥിതിക്ക് അച്ഛാ കർത്താവായിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ, ഓർക്കാൻ വയ്യ. കർത്താവായിരിക്കുമെന്ന് ഇവനിങ്ങനെ അങ്ങോട്ട് പറയുകയും ഏലിയായുടെ പുതപ്പ് ഏലീശായുടെ മേൽ വന്ന് വീണപ്പോൾ ഇയാൾ ഈ ഒരു രാക്ഷസനെ പോലെ അങ്ങോട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ പോലാണ് എൻ്റെ ഈ ശരീരത്തിൻ്റെ ക്ഷീണവും ഉറങ്ങാത്തതിൻ്റെ ക്ഷീണവും മനസ്സിൻ്റെ മടുപ്പ് എല്ലാം പോയിട്ട് ഞാൻ ഒരു രാക്ഷസനെ പോലെ എഴുന്നേറ്റു. ഞാൻ ഉറക്ക കരയാൻ തുടങ്ങി. അപ്പോഴേക്ക് ഇവൻ എന്ത് ചെയ്തു, അവൻ മുട്ടുകുത്തി നിന്ന് അവന് കരഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. ആ മുറിക്കകത്ത് മുഴുവൻ കർത്താവിൻ്റെ പ്രകടമായ സാന്നിധ്യം വന്ന് നിറഞ്ഞു. അവനിങ്ങനെ ഞാൻ ഉറക്കെ കരയാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഉറക്കെ ഞാൻ നിലത്തോട്ട് ഇരുന്ന് ഇങ്ങനെ തല കുമ്പിട്ട് കിടന്ന് കരയുമ്പോൾ ഇവൻ എന്നെ വന്നിങ്ങനെ പിടിക്കുമ്പോൾ ഇവൻ ഷോക്ക് അടിച്ച പോലെ തെറിച്ചൊരൊറ്റ പൊക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു തീ ഇറങ്ങി നിൽക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ, ഇലക്ട്രിസിറ്റി നിൽക്കുകയാണ്. തൊടുമ്പോൾ അവൻ്റെ ഒരൊറ്റ പോക്കാണ്. ഞാൻ നോക്കുമ്പോൾ ഭിത്തിയുടെ ഭാഗത്തോട്ട് ഇവ മരച്ചു പോയി പുറകോട്ട് പോയി വീഴും. പെട്ടെന്ന് വചനം തുറക്കാൻ ഉള്ളിലൊരു സ്വരം. ഞാൻ ഓടിപ്പോയി ബൈബിള് തുറക്കുമ്പോൾ കിട്ടിയ വചനം ഞാൻ വായിക്കുകയാണ്. ഞാൻ ഈ പ്രഖ്യാപിക്കേണ്ടത് നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങളാണെന്ന് പറയാൻ വേണ്ടി വന്നപ്പോൾ ഓർത്തപ്പോൾ ഇത് പറയുകയാണ്. യെശയ്യാ 37:30 മുതലുള്ള വാക്യങ്ങൾ എനിക്ക് ഒരു വചനം കിട്ടുകയാണ്. അതാണ് ഞാൻ മെയ് 31, 2020 എന്ന് പറഞ്ഞ് എൻ്റെ ബൈബിളിൽ എഴുതിയിട്ടിരിക്കുന്നത്. യെശയ്യാ 37:30. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. തുറക്കുമ്പോൾ ദൈവം സംസാരിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. അടുത്ത വാക്യം, ഈ വർഷം സ്വയം വളരുന്നത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എന്നോട് സംസാരിക്കുകയാണിത്. അപ്പോൾ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകണം. ഈ വർഷം എന്ന് പറഞ്ഞാൽ 2020. ഈ 2020 തന്നെ വളരുന്നത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യണം, അത് ചെയ്യുക, ഇത് ചെയ്യാമെന്നൊന്നും വെറുതെ ബോധർ ചെയ്യണ്ട. വെറുതെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ഞാൻ സംസാരിക്കുന്നത് മാത്രം ചെയ്യുക. നീ ഇരുന്ന് ആലോചിച്ചൊന്നും പദ്ധതി ഇടണ്ട. തന്നെ വളരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവ ശുശ്രൂഷയിൽ എന്നാ ചെയ്യുമെന്ന് ഓർത്ത് ആ കൊല്ലം ആകുലപ്പെടേണ്ട, വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചോളുക. അതാണ് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ വർഷം തന്നെ വളരുന്നത് ഭക്ഷിക്കുക. 2-ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക. 2021 2-ാം വർഷവും അങ്ങനെ തന്നെ ചെയ്യുക. 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ 2022. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട് ഈ വചനം ഞാൻ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ. 2021 ഫെബ്രുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഛത്തീസ്ഗഡിൽ വടക്കേ ഇന്ത്യൻ മിഷൻ ആരംഭിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഛത്തീസ്ഗഡിലേക്ക് റായ്പൂരിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് റായ്പൂരിന് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് എൻ്റെ യാത്ര നടത്തേണ്ട ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ വടക്കേ ഇന്ത്യയിലെ മിഷൻ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യണം, അവിടെ ശുശ്രൂഷ തുടങ്ങണം എന്നാഗ്രഹിച്ച് ഛത്തീസ്ഗഡിലെ റായ്പൂരിലേക്ക് ടിക്കറ്റ് എടുത്ത ദിവസമാണ്, ആ ടിക്കറ്റ് യാത്ര ചെയ്യേണ്ട ദിവസമാണ് ലോക്ക്ഡൗൺ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കുകയാണ്. എന്താ ദൈവമേ, നല്ല പ്രേരണ ദൈവം തന്നു, പക്ഷേ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയി. എന്ത് ചെയ്യുമെന്നോർത്ത് ആകുലപ്പെട്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് പറയുകയാണ്, തന്നെ വളരുന്നത് ഭക്ഷിച്ച് അടങ്ങിയിരിക്കുക. ഇപ്പൊ ഒന്നും വേവലാതിപ്പെടണ്ട, തന്നെ വളരുന്നത് ഭക്ഷിക്കുക. അടുത്ത വർഷം അങ്ങനെ തന്നെ ചെയ്യുക. 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും, അടുത്ത വാക്യം വായിച്ചേ, വിത്ത് വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം 3-ാം വർഷം വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ആസ്വദിക്കുകയും ചെയ്യുക. യൂദായുടെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ വീണ്ടും വേര് പിടിക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എനിക്ക് വ്യക്തമായിട്ടൊരു കാര്യം അറിയാം. കോവിഡിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ എൻ്റെ മനസ്സിൽ അതിനു മുമ്പ് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത പല കാര്യങ്ങളിലൂടെയും ദൈവമായ കർത്താവ് എന്നെ കൊണ്ടുപോയി. ഒത്തിരി കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവം വാതിലുകൾ തുറന്നു തന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവം സംസാരിക്കുകയാണ്, കർത്താവ് സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് എന്നോട്
ഒരു പ്രത്യേക മോമെന്റിൽ ദൈവം സംസാരിക്കുന്ന വചനമാണ്. ആണല്ലോ. നിങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾ എവിടുന്നെങ്കിലും കേട്ടതോ ആരെങ്കിലും പറഞ്ഞതോ ആയ വചനങ്ങൾ പ്രഖ്യാപിക്കുന്നത് തെറ്റല്ല, അത് നല്ലതാണ്, ചെയ്യണം. അതിനേക്കാളും ബെസ്റ്റ് എന്താണെന്നറിയാമോ? നിങ്ങൾ അടങ്ങിയിരുന്ന് ദൈവാത്മാവിനോട് സഹകരിച്ച് വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലെ ചില അക്ഷരങ്ങൾ എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തട്ടും. എഴുന്നേറ്റ് വന്ന് ഈ പുസ്തകത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ചില നമ്മളെല്ലാം വായിക്കുമ്പോൾ എല്ലാ വാചകങ്ങളും അല്ല, ചില വചനങ്ങൾ നമുക്ക് തോന്നും ഇത് എന്നോട് തന്നെ പറയുകയാണല്ലോ തോന്നും. എൻ്റെ അമ്മായിമ്മയോടല്ല, എൻ്റെ മരുമകളോടല്ല, എൻ്റെ ഭാര്യയോടല്ല, എൻ്റെ ഭർത്താവിനോടല്ല. ദിസ് ഈസ് ലോർഡ് ഈസ് സ്പീക്കിംഗ് ടു മീ പേഴ്സണലി. എന്നോട് ഇൻഡിവിജ്വലായിട്ട് എൻ്റെ ദൈവം ഇപ്പോൾ സംസാരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് എന്ത്? റേമ. അതാണ് റേമ. പിടികിട്ടുന്നുണ്ടോ? അത് ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനഗ്രന്ഥത്തിൽ നിന്ന് ദൈവം വ്യക്തിപരമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങൾ കിട്ടും. എൻ്റെ കൂട്ടുകാരൻ ഒരു അച്ഛൻ അട്ടപ്പാടിയിൽ ധ്യാനം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ സിസ്റ്റർ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈശോയ്ക്കൊരു പരാതിയുണ്ട് അച്ഛനെ കുറിച്ച്. എന്താണ് പരാതി? ഈശോയ്ക്ക് ഒരുപാട് പരാതിയുണ്ട്. എന്താണ് ആദ്യത്തെ പരാതി എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഈശോ പറയുന്നു അച്ഛൻ ബൈബിൾ വായിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞു ബാക്കിയെല്ലാം ഞാൻ സമ്മതിക്കും, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നിൽ ഈശോയ്ക്ക് തെറ്റിയതാണ്, അല്ലെ സിസ്റ്ററിന് തെറ്റിയതാണ്. ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. സിസ്റ്ററിന് വിഷമായി. സിസ്റ്റർ വീണ്ടും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് വീണ്ടും പറഞ്ഞു അച്ഛനോട് പറയുക ഈശോയ്ക്ക് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അച്ഛൻ ബൈബിൾ വായിക്കുന്നില്ല. സിസ്റ്റർ രണ്ടാമതും പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ സാധാരണ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണ്, എൻ്റെ വിശ്വാസം കളയരുത്, ഞാൻ ബൈബിൾ വായിക്കുന്ന ആളാണ്. സിസ്റ്റർ ഇങ്ങനെ ഞാൻ ബൈബിൾ വായിക്കുന്നില്ല എന്ന് ഈശോ പറഞ്ഞ് എനിക്ക് കൗൺസിലിങ്ങിനുള്ള വിശ്വാസം തന്നെ പോകും. സിസ്റ്റർ വീണ്ടും പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ അച്ഛന് കൗൺസിലിങ്ങിനുള്ള വിശ്വാസം തന്നെ പോകുമെന്ന് പറയുകയാണ്, നീ എന്നെ സഹായിക്കണം അച്ഛൻ. അപ്പൊ ഈശോ പറഞ്ഞു അച്ഛനോട് പറയുക അച്ഛൻ ബൈബിള് വായിക്കുന്നില്ല. ഇതുകൂടെ പറഞ്ഞോളാൻ പറഞ്ഞു. അച്ഛൻ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? വായിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? അച്ഛൻ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാൻ. അച്ഛന് വേണ്ടി അച്ഛൻ ഒരൊറ്റ വചനം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കടി മോളെ എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞു അച്ഛാ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടിരിക്കുകയാണ്. ഈശോ പറയുന്നു അച്ഛൻ ബൈബിൾ വായിക്കുന്നുണ്ടെന്ന് അറിയാം, ഞായറാഴ്ച പ്രസംഗിക്കാൻ, കുടുംബ കൂട്ടായ്മയ്ക്ക് പ്രസംഗിക്കാൻ, വല്ലവരെയും പുൾപ്പിറ്റിൽ നിന്ന് കുത്താൻ അച്ഛൻ ബൈബിൾ വായിക്കുന്നുണ്ട്. അച്ഛനെ കുത്താൻ, അച്ഛനെ നോവിക്കാൻ, അച്ഛനെ തിരുത്താൻ, അച്ഛനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച അച്ഛൻ ഇന്ന് വരെ ബൈബിൾ തുറന്നിട്ടുണ്ടോയെന്ന് പറഞ്ഞു. അച്ഛൻ കണ്ണു തുറന്നിട്ട് പറഞ്ഞു ഈ പറഞ്ഞത് സത്യമാണ്, ഈ പറഞ്ഞത് ഈശോയാണ്, ഞാൻ എനിക്ക് വേണ്ടി ഇത് വായിച്ചിട്ടില്ല. റേമ കിട്ടുന്ന എവിടാന്നറിയാമോ? നീ നിനക്ക് വേണ്ടി ഇരുന്ന് ഇത് വായിക്കുക. എന്നോട് എൻ്റെ ദൈവമേ നീ സംസാരിക്കണം. ഇതിനേക്കാൾ ബെസ്റ്റായ ഒരു വഴി എനിക്ക് അറിഞ്ഞുകൂടാ. അതാ ഞാൻ പറയുന്നത്. നിങ്ങളോട് ദൈവം സംസാരിക്കണോ? ഒറ്റ വഴിയേ ഉള്ളൂ, പുസ്തകം തുറന്ന് ഇങ്ങനെ ഇരിക്കുക. എന്നോട് സംസാരിക്കേണ്ട കർത്താവേ, മനസ്സിരുത്തി ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കും. അപ്പൊ ഇതിനകത്ത് നിന്ന് ചില വാചകങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് നമ്മളോട് സംസാരിക്കും. നോട്ട് ചെയ്യണം. അത് നോട്ട് ചെയ്തിട്ട് അത് എഴുതി വെക്കണം. എന്നിട്ട് അതെന്ത് ചെയ്യണം? അത് പ്രഖ്യാപിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് തിരുവനന്തപുരത്ത് വന്ന് നന്ദി പറഞ്ഞിട്ട് പോകും. എൻ്റെ അച്ഛാ, ഞാൻ റേമ ഏറ്റു പറയാൻ തുടങ്ങിയതിന് ശേഷം മൊത്തം മാറ്റം. പറഞ്ഞ ഹല്ലേലൂയ. അതിന് നിങ്ങൾ സെലക്റ്റീവായിട്ട് വായിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ചിട്ടയായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ബൈബിൾ ശ്രദ്ധിച്ചു വായിച്ചാൽ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. സെമിനാരിയിൽ ഫിലോസഫിക്ക് 3-ാം വർഷം പരീക്ഷ കഴിയുമ്പോൾ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് അധ്യാപകര് റിപ്പോർട്ട് എഴുതിയ ഒരു മനുഷ്യൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു, എനിക്ക് വിശ്വാസം ഉണ്ടായത് ഞാൻ വചനം വായിച്ചിട്ടാണ്. വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവമാണ് എനിക്ക് വിശ്വാസം തന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് വന്നിട്ട് പറയും അച്ഛാ ഞങ്ങൾ ഒത്തിരി മാറി അച്ഛാ, ഞങ്ങളുടെ കുർബാന അർപ്പണം എല്ലാം മാറി, ഞങ്ങളുടെ പ്രാർത്ഥനാ രീതികളെല്ലാം മാറി, ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറി, ഞങ്ങൾക്ക് നല്ല ഇരുത്തം വന്നു, ഞങ്ങൾ എന്തെങ്കിലും കണ്ട ഉടനെ ഓടത്തില്ല, ഞാൻ ഓടത്തില്ല, അതെനിക്കറിയാം. അവിടെ ഇങ്ങനെ അത് വന്നു, അവിടെ ഇത് വന്നു, ഞാൻ ഓടത്തില്ല. എനിക്ക് ഈ പുസ്തകവും കർത്താവ് കുമ്പസാരവും കുർബാനയും കൊന്തയും തന്നെ എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അന്നേരമാണ് ഇനി ഓടാൻ പോണത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ?
അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം തന്നെ വിശ്വസ്തയോടെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. വേറെ ഒരിടത്തും അലയേണ്ട ഒരു കാര്യമില്ല. എന്നെ വിശ്വസിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. സഭയോട് ചേർന്ന് നിൽക്കുക, കുമ്പസാരിക്കുക, പരിശുദ്ധ കുർബാന അർപ്പിക്കുക, സഭയുടെ പ്രാർത്ഥനകൾ ചൊല്ലുക, പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കുക. ഇത്രേ ഉള്ളൂ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഇതിനെ. അയ്യോ ദൂരം പ്രാർത്ഥനകളോ അത് ഇത് എൻ്റെ ദൈവമേ, സമയമില്ല. വൈകുന്നേരം 5:30 തുടങ്ങുന്ന, രാത്രി 10 ആയാലും അമ്മച്ചി പ്രാർത്ഥന നിർത്തിയിട്ടില്ല. ഉള്ള പുസ്തകം, അണക്കരയിലെ പുസ്തകം, അട്ടപ്പാടിലെ പുസ്തകം, തിരുവനന്തപുരത്തെ പുസ്തകം, അവിടുത്തെ പുസ്തകം, ഇവിടുത്തെ പുസ്തകം, പിന്നെ വഴിയിൽ നിന്ന് കിട്ടിയത്, ബസയിൽ നിന്ന് കിട്ടിയത്, കിട്ടിയത്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞാനതിനെ നിരാകരിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്കത് നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. എൻ്റെ പ്രശ്നം അതല്ല. നിങ്ങൾ ഈ സംസാരിക്കുന്ന ദൈവത്തെ കേൾക്കാൻ നിങ്ങൾക്ക് നേരമില്ല. ദൈവം അടങ്ങി ഒരു 10 മിനിറ്റ് ഇരിക്കുക. എന്നിട്ട് കർത്താവിൻ്റെ വചനം വായിച്ചിട്ട് കാര്യം നടക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ട് ഒന്നും മനസ്സിലാവാതെ ഇവര് കുറെ വായിച്ച് വിടുന്നതിന് പകരം മനസ്സിരുത്തി ദൈവം സംസാരിക്കട്ടെ. നിന്റെ ജീവിത പ്രശ്നം നിനക്കും നിന്റെ ദൈവത്തിനെ അറിയത്തുള്ളൂ. വേറെ ആർക്കെങ്കിലും അറിയാവോ? നിന്റെ പ്രശ്നത്തിന് ചേർന്ന് ഒരു ഉത്തരം തരാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. നിന്റെ പ്രശ്നത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥത്തിനകത്തുണ്ട്. വേറെ വെളിയിലൊന്നും പോകണ്ട, ഇതിനകത്തുണ്ട്. പക്ഷെ ആ വചനം, ആ റേമ നിനക്ക് കിട്ടണം. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? 5 ഭൂഖണ്ഡങ്ങളിലും പോയി യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം പൂർത്തിയാവാൻ ഒരു റേമ എനിക്ക് വേണ്ടിയുണ്ട് ബൈബിളിൽ. അതെനിക്കറിയാം. ഒരിക്കൽ ദൈവം ആ റേമ എനിക്ക് കാണിച്ചു തന്നു. എന്താണെന്നറിയാമോ? എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാവും. അത് ദൈവം എനിക്ക് തന്ന, എനിക്ക് ഈ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് ദൈവം എനിക്ക് ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്നോട് ദൈവം സംസാരിക്കുകയാണ്. ഇതാണ് എനിക്കുള്ള വചനം. എന്ത്? എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ, ഞാൻ ഈ വചനം പറയും, ഞാൻ യേശുവോട് പറയും, കർത്താവേ എനിക്ക് 5 ഭൂഖണ്ഡത്തിലും പോയി യേശുവിനെ പ്രസംഗിക്കണം. കർത്താവിൻ്റെ ആത്മാവ് എന്നെ 5 ഭൂഖണ്ഡത്തിലും കൊണ്ടുപോയി സുവിശേഷം പ്രസംഗിപ്പിച്ചു. എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. അതെന്തുകൊണ്ടാണ്? അത് ഈ വചനം പൂർത്തിയായതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിട്ടും എൻ്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടാതെ ഞാൻ വളരെയേറെ ഞെരുക്കപ്പെട്ടിരുന്ന സമയത്ത് എന്നോടൊരിക്കൽ ഒരു വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വചനം സംസാരിച്ചു. ആ വചനം സംസാരിച്ചപ്പോൾ ആ വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ജോബ് 42:2 ഒരു വചനം സംസാരിച്ചു. ആ വചനം ഇതാണ്: ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും തടയാൻ ആർക്കും കഴിയില്ല. ഒരു വചനം കിട്ടി. ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും തടയാൻ ആർക്കും പറ്റത്തില്ല. ഇതെനിക്കുള്ള റേമയാണ്. എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ 2 വചനമുണ്ട്. എന്താണെന്നറിയാം? ഒന്ന് പുറപ്പാട് 14:14, ജോബ് 42:2. ഞാൻ ഈ സ്ട്രഗിളുകളുടെ കാലത്ത് ഒരുപാട് തവണ ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വചനമാണിത്. അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പറയണം. മനസ്സിലായോ? ഇത്രയും പിടി കിട്ടിയോ? ഹലോ, മനസ്സിലായോ? സിസ്റ്റേഴ്സിന് മനസ്സിലായോ? ചേച്ചിമാർക്ക് മനസ്സിലായോ? ചേച്ചിന്ന് വിളിച്ച വിഷമമെങ്കിൽ അനിയത്തിമാർക്ക് മനസ്സിലായോ? ചേട്ടന്മാർക്ക് മനസ്സിലായോ? എന്താ മനസ്സിലായേ? എന്നാ പറ. നിങ്ങളോട് ദൈവം സംസാരിക്കുന്ന, എനിക്ക് ആ വാക്ക് വേണം, റേമ ഏറ്റു പറയണം. ഇത്രയും വഴി കിട്ടിയോ? ഇതാണ് ഒരു വഴി വിശ്വാസം വളരാൻ. രണ്ടാമത്തെ പെട്ടെന്ന് തീരും. രണ്ടാമത്തെ വഴി, വിശ്വാസം ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് എന്ത്? കൂദാശകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന. അതെങ്ങനെയാണെന്ന് ഞാൻ വേഗം അതിൻ്റെ കണക്റ്റിംഗ് ലിങ്ക് പറഞ്ഞു തരാം. അതായത് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ സമ്മതിക്കാവോ? ചുമ്മാ സമ്മതിക്കരുത്. അതിന് കാരണം വാലിഡായ വചനം ബൈബിളിൽ നിന്ന് കാണിച്ചു തരണം. കുർബാനയിൽ പങ്കെടുത്ത് ഉച്ചത്തിൽ കുർബാനയിലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കാവോ? സമ്മതിച്ചാൽ വചനം കതറണം. വിഷമിക്കണ്ട. 1 കൊരിന്തോസ് 11
1 Korinthos 11. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്ക്. നമ്മൾ കുർബാന നടത്തുമ്പോൾ ശ്രദ്ധിക്കൊണ്ട് നോക്കണേ. നമ്മൾ കുർബാന, ഇവിടെ അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ കുർബാന കാണുന്നവരെ സംബന്ധിച്ച് ഒരാചാരമാണ്, ഒരു ചടങ്ങാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? കുർബാന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിങ്ങനെ മാറി നിന്ന് നോക്കിയാൽ പള്ളിയിൽ എന്തോ ഒരു ചടങ്ങ് നടക്കുന്നു, പള്ളിയിൽ എന്തോ ഒരു ആചാരം നടക്കുന്നു എന്നല്ലേ വെളിയിൽ നിൽക്കുന്ന ആൾക്ക് തോന്നും. അപ്പം എന്ത് നടക്കുകയാണ്? വെളിയിൽ നിന്ന് വരുന്ന ഒരാൾ ചോദിക്കുന്നു, എന്ത് നടക്കുകയാണ്? അപ്പം നിങ്ങൾ പറയുന്നു, അവിടെ കുർബാന നടക്കുകയാണ്. എന്താണ് കുർബാന? അത് ഞങ്ങളുടെ ഒരു ആത്മീയമായ ഒരു ചടങ്ങാണ്. ഇങ്ങനെയല്ലേ പൊതുവേ ഒരു ധാരണ, എന്തോ ഒരു ചടങ്ങ് നടക്കുന്നു. എന്നാൽ അപ്പസ്തോലനായ പൗലോസ് പറയാണ്, ഇതൊരു ആചാരമല്ല, ഇതൊരു ചടങ്ങല്ല, ഇതൊരു റിച്വൽ അല്ല, മറിച്ച് ഇത് ദൈവമക്കള് തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ് എന്നൊരു വചനം കിട്ടിയ കാര്യങ്ങൾ വ്യക്തമാവുമല്ലോ. കുർബാന ഒരു ചടങ്ങല്ല, മറിച്ച് വിശ്വാസികള് തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. വായിക്കാം, ഇനി വായിക്കാം. 1 Korinthos 11:23 മുതൽ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ, മോനെ നീ വന്നേ, എൻ്റെ ബൈബിളും കൊണ്ടുപോവാം, എൻ്റെ ബൈബിൾ എനിക്ക് വേഗം ഓടി വേഗം കയറി, ഇതിൽ പെട്ടെന്ന് ഓടി വേണം. വായിച്ചോ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ച്, വായിച്ചോ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും നിങ്ങൾ വായിച്ചോ ഇവൻ വായിക്കും. ഞാൻ നിങ്ങളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുകയും. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളിച്ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അടുത്തത് വളരെ നിർത്തി വ്യക്തമായിട്ട് വായിക്കണം. വായിച്ചോളുക. നിങ്ങൾ ഓരോ വാക്കും വായിക്കണം. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം, നിർത്തുക. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം. ഈ പറഞ്ഞതിന് വേറൊരു വാക്ക് പറഞ്ഞേ. നിങ്ങൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ആണല്ലോ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം എന്ന് പറഞ്ഞാൽ, മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കുർബാനയിൽ വന്ന് സംബന്ധിക്കുമ്പോഴെല്ലാം ആണല്ലോ. അടുത്ത വാക്യം വായിക്കുക. കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ചടങ്ങല്ല, ഇതെന്താണ്? പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ. കൊച്ചനെ വിളിച്ചെന്തിനാന്ന് വെച്ചാൽ ഇവ മിടുക്കനാണ്. ഞാനീ പറയാൻ പോകുന്നതുകൊണ്ട് നിനക്ക് അഹങ്കാരം ഉണ്ടാവുകയോ നീ ഹൃദയത്തിൽ അഹങ്കരിക്കുകയോ ചെയ്ത് ഇടി വാങ്ങിക്കരുത്. മറിച്ച് നീ എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്നതിനെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ പറയുന്നതിനല്ല, ഞാൻ ഈ ഓരോ വാചകം പറഞ്ഞു നിർത്തുമ്പോഴും നീ പറയണം ഈശോയ്ക്ക് മഹത്വം എന്ന് പറയണം. എന്ത് പറയണം? ഞാൻ പറയാണ്, ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ പറ. ഈശോയ്ക്ക് നീ മഹത്വം കൊടുത്തത്. എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു. കാരണം അത് ഇഷ്ടപ്പെടാനുള്ള കാര്യം ഒന്ന്, ഇവൻ എല്ലാ ദിവസവും മുമ്പിൽ വന്നിരുന്ന് ബൈബിളും കൊണ്ട് വന്നിരുന്ന് ഉച്ചത്തിൽ ഇത് വായിക്കും. ഒത്തിരി പേര് വായിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇവൻ പെട്ടെന്ന് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരാൾ ഇവനാണ്. നീ പറഞ്ഞോണം, നീ ഉറക്കെ പറഞ്ഞോണം, അത് ഈശോയ്ക്ക് മഹത്വം. പിന്നെ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഇവനൊരു കുരിശുമൊക്കെ ഇട്ട് ഇതാ വന്ന് നിൽക്കുന്നു. അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈശോയ്ക്ക് മഹത്വം. അപ്പോൾ കൊച്ചൻ കൊള്ളാം, പറയടാ ഈശോയ്ക്ക്. അപ്പോൾ ഇത് നല്ല ഒരു തലമുറയിൽ വെളിച്ചം കയറി വരുന്നുണ്ട് എന്നതിൻ്റെ അടയാളങ്ങളാണ്. കർത്താവിന് മഹത്വം കൊടുത്ത് ഈശോയെ വണങ്ങി കുരിശ് വരച്ചിട്ട് പൊക്കോ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചോണം, കുഞ്ഞുങ്ങളെല്ലാം മിടുക്കരാണ്. ഇപ്പോൾ ഒത്തിരി പിള്ളേർ നല്ല മിടുക്കരായിട്ട് ശല്യമൊന്നും ചെയ്യാതെ, മറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ അലമുണ്ടാക്കി ബഹളം ഉണ്ടാക്കി നമ്മളെ ബുദ്ധിമുട്ടിച്ചു. അതിന് പകരം മിടുക്കരായിട്ടിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചോണം, അതായത് നാം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം
അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയത്രേ ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ എന്ത് ചെയ്യാണ്? പ്രഖ്യാപിക്കുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയുടെ മരണം അവൻ്റെ രണ്ടാം വരവ് വരെ പ്രഖ്യാപിക്കുകയാണ്. എന്നവർക്ക് പറയാവോ ഹല്ലേലൂയ? ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ശ്രദ്ധിച്ചോണം, ഒരാൾ വന്നിരുന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ പ്രഖ്യാപനം? യേശുവിൻ്റെ എന്താ വായിച്ചത്? യേശുവിൻ്റെ മരണം. യേശുവിൻ്റെ മരണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശു എനിക്ക് പകരം മരിച്ചു. യേശുവിൻ്റെ മരണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പ്രഖ്യാപിക്കുകയാണ്, യേശു എനിക്ക് പകരം മരിച്ചു. യേശു എൻ്റെ ശാപങ്ങൾ ഏറ്റെടുത്തു. യേശു എൻ്റെ രോഗം ഏറ്റെടുത്തു. യേശു എൻ്റെ തകർച്ച ഏറ്റെടുത്തു. യേശു എൻ്റെ ശാപം ഏറ്റെടുത്തു. യേശു എൻ്റെ ദാരിദ്ര്യം ഏറ്റെടുത്തു. യേശു എൻ്റെ കണ്ണുനീര് ഏറ്റെടുത്തു. ഇനി തലമുറകളുടെ ശാപം ഉണ്ടാവും. വല്യപ്പന്മാരായിട്ട് കാട്ടിക്കൂട്ടി ഒത്തിരിയും കൊള്ളരുതായ്മകളുണ്ടാവും. അതിൻ്റെ അവശിഷ്ടങ്ങൾ കുടുംബത്തിലുണ്ടാവും. അത് യേശു കുരിശിൽ ഏറ്റെടുത്ത് പരിഹാരം ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഓരോ കുർബാന അർപ്പിക്കുമ്പോഴും വിശ്വാസി പ്രഖ്യാപിക്കുകയാണ്. എന്താ പ്രഖ്യാപിക്കുന്നത്? യേശുവിൻ്റെ മരണം മൂലം എൻ്റെ പാപം ഏറ്റെടുക്കപ്പെട്ടു, എൻ്റെ രോഗം ഏറ്റെടുക്കപ്പെട്ടു, എൻ്റെ ശാപം ഏറ്റെടുക്കപ്പെട്ടു, എൻ്റെ തകർച്ച ഏറ്റെടുക്കപ്പെട്ടു, എൻ്റെ മേലുള്ള സാത്താൻ്റെ ആധിപത്യം ഏറ്റെടുക്കപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ പിശാചൊരുക്കിയ കെണികൾ കുരിശിൽ തകർക്കപ്പെട്ടു, എൻ്റെ മേൽ പിശാച് കെട്ടിവെച്ച ശാപബന്ധനങ്ങൾ കുരിശിൽ അഴിഞ്ഞു. ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് കുർബാനയിൽ നിൽക്കുമ്പോൾ. ഇത് സ്വർഗത്തിൽ കുരിശിൽ വെച്ച് യേശു നേടിത്തന്ന വിജയം ഒരു വിശ്വാസി ആഘോഷത്തോടെ പ്രഖ്യാപിക്കുന്ന സമയമാണ് കുർബാനയുടെ സമയം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തുള്ളിച്ചാടി പ്രഖ്യാപിക്കണം. ഇത് ഉച്ചത്തിൽ ഓരോ പ്രാർത്ഥനയും പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മൾ സാത്താന്റെ മേൽ നേടിയ വിജയം ആഘോഷിച്ച് ഏറ്റുപറഞ്ഞ് ആഹ്ലാദിച്ച് തുള്ളിച്ചാടുന്ന സമയമാണ്. അതാണ് ആ പ്രാർത്ഥന ഉറക്കെ തൂങ്ങി ചൊല്ലാനുള്ളത്. വെപ്രാളപ്പെട്ട് കുറേ മൈക്കും വെച്ച് കുറേ ആളുകളിൽ നിന്ന് കുറേ ബഹളം വെച്ച് ബാക്കി എല്ലാവരും മിണ്ടാതെ നിന്ന് തിരിച്ചു പോകാനുള്ള സമയമല്ല ഇത്. ഓരോരുത്തരും ഉറക്കെ എൻ്റെ ഇടവക പള്ളിയിൽ ഞാൻ കറണ്ട് പോകുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കാരണം എന്താ അറിയാം, അന്നാണ് എൻ്റെ ജനം ഉറക്കെ ചൊല്ലുന്നത് ഞാൻ കേൾക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ജനം ഉറക്കെ പറയുന്നത് അന്നാണ് ഞാൻ കേൾക്കുന്നത്. അന്ന് ഉറക്കെ പറയുന്നത് ദൈവമേ കറണ്ട് പോയതിന് നന്ദി, കറണ്ട് ഇല്ലാത്തതിന് നന്ദി. കാരണം എന്താണെന്നറിയാമോ? അന്ന് ഈ ജനം ഈ വിശ്വാസം ഉറക്കെ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം പ്രഖ്യാപിക്കണം. ഇനി ഞാൻ സാമ്പിളായിട്ട്, എനിക്ക് നേരമില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയാം. ഇങ്ങോട്ട് നോക്കിയേ. പുരോഹിതൻ ഓരോ പ്രാർത്ഥനയും ചൊല്ലുമ്പോൾ അച്ഛൻ ഓരോ വിശ്വാസ കാര്യങ്ങൾ പറയും. നമ്മുടെ കുർബാനയിൽ ഞാൻ കാണിച്ചു തരാം. കുർബാനയുടെ ഈ തിരശീല മാറ്റി തിരശീല തുറന്ന് പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കും. അച്ഛൻ എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥനയാണ് ആണല്ലോ, പക്ഷെ പ്രാർത്ഥനയല്ല. കരുണ ചെയ്യണേന്ന് പറഞ്ഞു, പ്രാർത്ഥനയാണ്, പക്ഷെ പ്രാർത്ഥനയല്ല ഇത്. പിന്നെന്താ ഇത്? വിശ്വാസ പ്രഖ്യാപനമാണ് ആണെന്നല്ലേ പറഞ്ഞേ. അപ്പൊ അച്ഛൻ ഇവിടെ വിശ്വാസം പ്രഖ്യാപിച്ചു. എന്താ വിശ്വാസം പ്രഖ്യാപിച്ചേ? നിന്നെ മറിയം പ്രസവിച്ചു, നിന്നെ യോഹന്നാൻ മാമോദീസ മുക്കി. മാറാനായ 2 പെരുന്നാളുകളാണ് അച്ഛൻ പ്രഖ്യാപിച്ചത്. ഒന്ന് യൽദ, 2 ദനഹ. ഒന്ന് കർത്താവിൻ്റെ തിരുപ്പിറവി, 2 നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ. മറിയം പ്രസവിച്ചു, യോഹന്നാൻ സ്നാനപ്പെടുത്തി. കർത്താവേ കരുണയാവണേ. ഇതാണല്ലോ പ്രാർത്ഥന. ഇത് പ്രഖ്യാപനമാണ്. എന്താണ്? കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ കന്യകാമറിയം അമ്മയിൽ നിന്ന് മനുഷ്യനായി പിറന്നു. പ്രഖ്യാപനമല്ലേ? പ്രഖ്യാപിച്ചു. നിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ യോഹന്നാൻ ജ്ഞാനസ്നാനം ചെയ്തു. ശ്രദ്ധിക്കുക, ഒരു വാക്ക് പറഞ്ഞാൽ മറക്കരുത്. ആ വാക്കിന്റെ പേരാണ് എപ്പിഫനി. എന്താണ്? എപ്പിഫനി. എപ്പിഫനി എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെളിപ്പെടുത്തുക എന്നാണ്. ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. യേശു തന്നെ വെളിപ്പെടുത്തുന്നു. അതാണ് എപ്പിഫനി.
ഈ രണ്ട് സംഭവങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ രണ്ട് സംഭവങ്ങൾ ഏതൊക്കെ? ഒന്ന് യേശുവിൻ്റെ തിരുപ്പിറവി, രണ്ട് യേശുവിൻ്റെ ജ്ഞാനസ്നാനം. ഈ രണ്ട് സംഭവങ്ങളിൽ യേശു ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ടു. ആണോ? ഈശോ ജനിച്ചപ്പോൾ മലാഖമാര് ഉന്നതങ്ങളിൽ, ആകാശമേഘങ്ങളിൽ, ആകാശമേലാപ്പുകളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇതാ നിങ്ങൾക്ക് വേണ്ടി, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കാലിത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നു. അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ദൈവം മനുഷ്യനായി മാറി. വെളിപ്പെടുത്തൽ ആണോ? വെളിപ്പെടുത്തൽ. അത് കുർബാനയിൽ അച്ഛൻ പറയുകയാണ്, ഇതാ യേശു കന്യകാമറിയം അമ്മയിൽ നിന്ന് മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അത് ബോറാവും എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയാത്തെ. അതിന് പകരം പ്രാർത്ഥനയായിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആരാധനയിൽ ഇത് പ്രാർത്ഥനയാക്കിയിരിക്കുന്നത് എന്താണ്? ഈ ഡ്രൈ സ്റ്റേറ്റ്മെന്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? കർത്താവേ നിന്നെ പ്രസവിച്ച മറിയാമും. അപ്പോൾ അച്ഛനൊരു കാര്യം പ്രഖ്യാപിച്ചു. എന്താണ്? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മനുഷ്യനായി ജനിച്ചിതാ അവൻ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കുർബാനയിൽ പറയുകയാണ്, ഇതാ കർത്താവ് നമുക്ക് വേണ്ടി മനുഷ്യനായി മാറിയിരിക്കുന്നു. രണ്ടാമതായിട്ട് അച്ഛൻ വേറൊരു വിശ്വാസം പ്രഖ്യാപിക്കുന്നു. നമ്മുടെ കർത്താവിനെ യോഹന്നാൻ ജ്ഞാനസ്നാനം ചെയ്തപ്പോൾ ആകാശമേഘങ്ങൾ തുറക്കപ്പെടുകയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുകയും ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ വിശ്വസിക്കാമെന്ന് പിതാവ് തൻ്റെ പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? ഇത് യേശുവിൻ്റെ മനുഷ്യാവതാര, യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലിൻ്റെ മോമെന്റുകളാണ്. റെവലേഷനാണ് അവിടെ നടക്കുന്നത്. ദൈവം വെളിപ്പെടുത്തപ്പെടുകയാണ്. എന്താണ്? ദൈവം മനുഷ്യനായി ജനിച്ചിരിക്കുന്നു. ദൈവം ഇതാ പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിന് മുമ്പിലേക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ വാചകേ പറഞ്ഞുള്ളൂ കുർബാനയ്ക്ക്, പക്ഷെ അതിനകത്ത്